സ്തോത്രം. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി പറയാം. മുസ്ലിങ്ങൾ ഒരു ദിവസം 5 പ്രാവശ്യം നിസ്കരിക്കും. 7 ദിവസം ആകുമ്പോൾ 7 5 35. ഹിന്ദുക്കൾ രാവിലെ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴും, വൈകിട്ട് ദീപാരാധന തൊഴും. ഒരു ദിവസം 2 പ്രാവശ്യം. ഒരാഴ്ചയാകുമ്പോൾ നിങ്ങളോട് പറഞ്ഞ ഞാൻ തന്നെ വാദിയും പ്രതിയാകുക. 14. ക്രിസ്ത്യാനി ആഴ്ചയിൽ ഒരിക്കൽ തന്നെ എന്ത് കഷ്ടപ്പെട്ടാണ് വരുന്നത്. സ്തോത്രം. പാസ്റ്റർമാർ കുടലും മറിഞ്ഞ് കിടന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്തുതിച്ച് ഒന്നുകൂടെ ഒന്ന് സ്തുതിച്ച് പാസ്റ്റേഴ്സിൻ്റെയും പാട്ടുകാരുടെ ഇടപാട് തീരുവാൻ നമ്മളെ സ്തുതിപ്പിച്ച്. അതിനൊക്കെ ഹൈന്ദവ സഹോദരങ്ങളെ കണ്ടുപഠിക്കണം. നിങ്ങൾ ഗ്ലോറി പറയത്തില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. നിങ്ങൾ വിചാരിക്കും ഇത് ഏത് ഗ്രൂപ്പിൽ കിടന്നാന്ന്. സ്തോത്രം. ഇതുപോലെ സന്ധ്യാസമയത്ത് ദീപാരാധന സമയത്ത് ഇവർ ക്ഷേത്രങ്ങളിലേക്ക് ചെല്ലും കേട്ടോ. സ്തോത്രം. നമ്മുടെ സഹോദരങ്ങളൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ക്ഷേത്രങ്ങളിലേക്ക് ചെന്ന് എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഈ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറും. വളരെ സന്തോഷത്തോടെ അവരകത്ത് കയറും. ഉള്ളിൽ കടന്നു കഴിയുമ്പോൾ ഈ പൂജാരി എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്ന ആ റൂമിനകത്തേക്ക് അദ്ദേഹം കയറും. എന്നിട്ട് ഇവരുടെ മുമ്പിൽ ഈ വാതിൽ ഇങ്ങനെ പൊട്ടിയടയ്ക്കും. ഏകദേശം 35-40-45 മിനിറ്റോളം ഈ ഭക്തജനങ്ങൾ ഈ വാതിലിന് ഡോറിന് വെളിയിൽ നിൽക്കും. സ്തോത്രം. ഈ പൂജാരി അതിനകത്ത് ചില ക്രിയകൾ ചെയ്യും. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പം ഈ ഭക്തജനങ്ങൾ എന്നാ ചെയ്യുന്നതെന്നറിയാമോ? വെളിയിൽ നിന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി അതരം തുറന്ന് ഏത് ശക്തിയാണോ അതിനകത്തിരിക്കുന്നത് അതിനെ ഇങ്ങനെ ഇടതടവില്ലാതെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഏകദേശം 35-40-45 മിനിറ്റ് കഴിയുമ്പോൾ പട്ടുമുടയാടെയൊക്കെ ഉടുപ്പിച്ച് കഴിഞ്ഞാൽ ഇടത്ത് കൈ കർപ്പൂര ദീപശികയും വലത് കൈയിൽ ഒരു മണിയൊക്കെ പിടിച്ചിട്ട് പൂജാരി ആ നട തുറക്കും. അപ്പോൾ ഈ വാതിലിൽ ഇങ്ങനെ ചെറിയ മണികളെല്ലാം ഉണ്ട്. ഈ മണിനാഥം ഉയരും. ഉടനെ അപ്പുറത്ത് നിന്ന് ശംഖ് വിളിക്കുന്ന ആളുണ്ട്. ശംഖുനാഥം ഉയരും. വലിയ മണിയടിക്കാൻ വേറെ ആളുണ്ട്. സ്തോത്രം. വെടിനാഥം ഉയരും. ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഈ ഭക്തജനങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ ഈ വിളി ഉറക്കിയാകും. ചിലർ കമന്റ് വീഴും, ചിലർ ഏത്തപ്പെടും. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഈ 40-45 മിനിറ്റ് ഒരിക്കൽ പോലും അകത്ത് നിൽക്കുന്ന പൂജാരി പുറത്ത് നിൽക്കുന്നവരോട് കണ്ണടച്ചോണേ, കൈകൂപ്പിക്കോണേ, സ്തുതിച്ചോണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കേട്ടിട്ടില്ല. സ്തോത്രം. നമ്മുടെ ഇടയിൽ വന്നപ്പോഴാണ് കൈ കുടഞ്ഞുകൊണ്ട് സ്തുതിക്ക്, തല കുലുക്കിക്കൊണ്ട് സ്തുതിക്ക്. സ്തോത്രം. മുഖത്തോട് മുഖം നോക്കി പല്ല് കാണിക്ക്. സ്തോത്രം. എൻ്റെ അധ്യാപകൻ കൂടിയായ രാജുമേത്ര പാസ്റ്റർ ഭാഷയിൽ പറഞ്ഞാൽ അകം തിളച്ചു മറിയുന്നവൻ ആദരം പൂട്ടിയിരിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ കൃപ അകത്തു വ്യാപരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, കാരണം ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവജനമാണ് നാം. എത്ര സന്തോഷമുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ സ്തോത്രം, കർത്താവിന് എന്നാ സന്തോഷമാണെന്നറിയോ? എന്നാ തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചതുകൊണ്ട് ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. എന്താ യേശുവിൻ്റെ മുമ്പിലുള്ള സന്തോഷം? ആ സന്തോഷം മണവാട്ടിയാണ്. സ്തോത്രം. നമ്മളെ ഓർത്തിട്ട്, മണവാട്ടിയെ ഓർത്തിട്ട്, ഈ സഭയെ ഓർത്തിട്ട്, തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി കളഞ്ഞ് ക്രൂശിനെ സഹിച്ചതുകൊണ്ട് ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുക. അങ്ങനെയെങ്കിൽ കഷ്ടവും നിന്ദയും ഭാരങ്ങളും അല്ല ഒരു ദൈവപദത്തിൽ ഏറി വരുമ്പോൾ ഇങ്ങനെ വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചു കൊള്ളണമെന്ന്. സ്തോത്രം. ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാൻ ക്രിസ്തു ശരണപ്പെടും. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗം, സങ്കീർത്തനങ്ങൾ 29-11 വാക്യം. മതി. യഹോവ തന്റെ ജനത്തിന് പറഞ്ഞാട്ടെ ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ശക്തിയുടെ ഒരു യുഗത്തിലാണ് നാം ആയിരിക്കുന്നത്. അമേരിക്കയുടെ ശക്തി ഡോളറിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ജർമ്മനിയുടെ ശക്തി സാങ്കേതിക വിജ്ഞാനത്തിലാണ്. റഷ്യയുടെ ശക്തി അണുബോംബിലാണ്. ചൈനയുടെ ശക്തി ജനസംഖ്യയിലായിരുന്നു. ഇപ്പോൾ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴെല്ലാം പോയി, പുറത്തിറങ്ങാൻ വയ്യ. ഞാൻ ഓർക്കും, തമ്പുരാനെ എന്നെ കൊണ്ട് നമുക്കൊക്കെ നെഗളിക്കാൻ, ഞെളിയാതെ ഭയപ്പെടാൻ ആ വചനം പറ. സ്തോത്രം. എന്നെ കണ്ടുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാനാ പ്രിയമുള്ളവരെ. ഈ ഓടിപ്പോകുന്ന നേരെ നിൽക്കുന്ന ഈ നരമ്പ് ഒന്ന് തിരിഞ്ഞാൽ തീർന്നില്ലേ കഥ. സ്തോത്രം. എന്നെ കണ്ടുകൊണ്ട് അഹങ്കരിക്കാനാ? ഭൂകമ്പം വരുമ്പോൾ ഇടിഞ്ഞു വീഴുന്ന ഈ സിമെന്റ് കണ്ടുണ്ടോ? എതിരെ വരുന്ന വണ്ടി ഇടിച്ചാൽ തകർന്നു പോകുന്ന പാട്ട കണ്ടുണ്ടോ? എന്നെ കണ്ടുകൊണ്ട് നിഗളിക്കാനാ? ക്രൂശിലല്ലാതെ നമുക്ക് ആർക്കും പ്രശംസിപ്പാൻ ഒന്നുമില്ല.
അപ്പോൾ ഒരു ദൈവവചനത്തിന് പ്രത്യാശയുള്ളത് ക്രൂശിലാണ്. ആ സ്നേഹം നമ്മുടെ അകത്തങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ രാവിലെ പറഞ്ഞ പോലെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാൻ. സ്തോത്രം. പുറമേ കണ്ടാലൊന്നും മനസ്സിലാകത്തില്ല ആരും. അതാ ഞാൻ രാവിലെ പറഞ്ഞ് അഹരോന്റെ സ്വഭാവം മോശയോട് കൂടെ നിൽക്കുമ്പോൾ പറയും യഹോവ അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന്. ഇപ്പുറത്തോട്ട് മാറുമ്പോൾ ജനത്തിൻ്റെ കൂടെ വരുമ്പോൾ കാളക്കുട്ടി പുറത്തു വരും. ഹലോ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആ സ്വഭാവമല്ല ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക. നമ്മൾ പാടാറുണ്ട്, മുട്ടോളമല്ല അരയോളമല്ല പറഞ്ഞേ നീന്തിയിട്ടല്ലോ അത് കടപ്പാൻ ഇത്ര ആത്മീയ സന്തോഷം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് നിലനിൽക്കാൻ പറ്റില്ല. സ്തോത്രം, സ്തോത്രം. അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ പരിഹസിച്ച് നടന്നവരാ ഞങ്ങൾ. എൻ്റെ അനുഭവ സാക്ഷി ഒത്തിരി വിശദീകരിക്കുന്നില്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം, ഞങ്ങൾ പഠിച്ചു വെച്ച പാഠങ്ങളും വളർന്നു വന്ന സാഹചര്യം ഈ പുസ്തകത്തിനെതിരായിരുന്നു. രക്ഷ എന്താണെന്ന് ഞങ്ങൾക്കറിയാം, രക്ഷയൊക്കെ അറിയാം. ഞങ്ങൾക്കറിയാവുന്ന രക്ഷയ്ക്ക് 30 ദിവസം 60 ദിവസം 90 ദിവസത്തെ കാലാവധിയുണ്ട്. ശരീരത്തിൻ്റെ വിവിധ ഭാഗത്ത് ഇത് എഴുതി കിട്ടുമായിരുന്നു. കാലാവധി കഴിയുമ്പോൾ അഴിച്ചു കളഞ്ഞിട്ട് പുതിയ രക്ഷ എഴുതി കിട്ടും. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകനിലൂടെയാണ് ഞാൻ ആദ്യമായി ക്രിസ്തുവിനെ കുറിച്ച് കേട്ടത്. അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ശ്വാസം ഇവിടുന്ന് പോകുന്ന നിമിഷം വരെ യേശു എന്ന പദം എൻ്റെ അതരത്തിലെടുക്കില്ല. TPM കൂട്ടുകാർ ആദ്യമായിട്ട് യേശുവിനെ കുറിച്ച് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നാട്ടിലും വിവിധ ഇടങ്ങളിൽ TPM ചർച്ച മിക്കയിടത്തും പോകാറുണ്ട്. ശ്രദ്ധിച്ചേ, സ്തോത്രം. അന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ ശ്വാസം പോകുന്ന നിമിഷം വരെ യേശു എന്ന പദം അതരത്തിലെടുക്കില്ല. ഞങ്ങളുടെ സാർ ഒരു രസികനായിരുന്നു. സാർ പറഞ്ഞു, കൊച്ചാ നീ ശ്വാസം വിടുന്നത് തന്നെ യേശു എന്ന്. അകത്തോട് ശ്വാസം കൊടുക്കുമ്പോൾ പുറത്തോട് പോകുമ്പോൾ ഷൂ. സ്തോത്രം. ദൈവവചനത്തിൻ്റെയൊക്കെ വാക്യങ്ങളെയൊക്കെ സ്തോത്രം പഠിക്കുന്നിടത്ത് കേൾക്കുമ്പോൾ എത്ര പരിഹാസത്തോടുകൂടി അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നവരെ അന്യഭാഷ പേപ്പറിൽ തിരുത്തി എഴുതിയിട്ട് പറഞ്ഞു. സാറ് പഠിപ്പിച്ച ആദ്യ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉടനെ പേപ്പറിനകത്ത് എഴുതും ആദ്യ പ്രാർത്ഥന ഉണ്ടായിരുന്നു, പ്രാർത്ഥന കാപ്പിയോടുകൂടിയായിരുന്നു, പ്രാർത്ഥന കാപ്പിയായിരുന്നു. അങ്ങനെ തിരുവചനങ്ങളെ സത്യങ്ങളെ സ്തോത്രം തിരുത്തി എഴുതുക, അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നവരെ അന്യഭാഷയെ തിരുത്തി എഴുതുക. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, സ്തോത്രം, വിദേശ മതമാണെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് ദൈവനാമത്തെ നിന്ദിച്ചതാ ഞാൻ. പക്ഷെ ഒറ്റ വാക്കിൽ ഇന്ന് രാത്രി ഞാൻ സുവിശേഷം പറയാം. ആരൊക്കെ ഇതിന് വിരുദ്ധമായി കരമുയർത്തിയിട്ടുണ്ടോ അവനെ കൊണ്ടെല്ലാം തമ്പുരാൻ ഇത് ചുമപ്പിച്ചിട്ടുണ്ട്. ആമേൻ പറഞ്ഞേ. ആരൊക്കെ ഇതിന് വിരുദ്ധമായി അതരം തുറന്നിട്ടുണ്ടോ അവരെ കൊണ്ടെല്ലാം പുരുഷാരത്തിന് നടുവിൽ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമെന്ന് എൻ്റെ ദൈവം പറയിപ്പിച്ചിട്ടുണ്ട്. അത് കർത്താവിന്റെ വിശ്വസ്തതയാകിയാൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയോ അന്ന് ഞാൻ പറഞ്ഞു യേശുവിനെ റോമൻ പടയാളികൾ ക്രൂശിൽ കയറ്റിയെന്ന്. പക്ഷെ പുസ്തകം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലായി. ഞാൻ വിളിച്ചു പറഞ്ഞു, യേശുവിനെ ആരും ക്രൂശിൽ കയറ്റിയതല്ല. മാനവകുലത്തിന്റെ മുഴുവൻ ബാബു സ്വന്തം ശരീരത്ത് വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിമേ കയറിയതാ, ആരും കയറ്റിയതല്ല. യേശു ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ദൈവമല്ല, പിന്നെയോ മാനവകുലത്തിന്റെ മുഴുവൻ രക്ഷകനാ. അതുകൊണ്ടാണ് മാലാഖമാരാ ജനത്തിൽ ചേർന്ന് പാടിയത് സർവ്വലോകത്തിനും ഉണ്ടാകാനുള്ള എന്നാ സന്തോഷമായത്. സ്തോത്രം. സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള സ്തോത്രം. അതിന് ജാതിയില്ല, ഗോത്രമില്ല, മതമില്ല, വർണ്ണവർഗ വ്യത്യാസമൊന്നുമില്ല. സ്തോത്രം. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന് മുഖപക്ഷമില്ല. സ്തോത്രം. തമ്പുരാൻ ദർശനം കാണിച്ചു കൊടുത്തുകൊണ്ട് അത് പറയാൻ പറ്റില്ല. സ്തോത്രം. ദൈവത്തിന് ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അംഗീകരിക്കുന്ന ഒരു ദൈവമായ യേശു. ഇത്ര വലിയവനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ആരും മസിൽ പിടിച്ചെന്ത് ചെയ്യരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവിടുത്തെ ദൈവദാസന്മാരൊക്കെ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ പോലൊന്നും അല്ല, നിങ്ങൾ പാവങ്ങളെല്ലാം നന്നായിട്ട് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും സ്തോത്രം. അത് കേട്ടോണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ചിലർ ഇരിപ്പ് കണ്ട ഈജിപ്തിലെ പിരമിഡാന്ന് തോന്നുന്നു. ഒരിക്കലും ഒരു സഭയിൽ രചായൻ അങ്ങനെ ഇരിക്കുന്നത് കണ്ടു. സ്തോത്രം. എല്ലാവരും ആത്മാവിൽ ആരാധിച്ചപ്പോൾ അതെങ്ങനെ ഇരിക്കുക, മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇവിടെ പാസ്റ്റോടെ ചോദിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞു, 3.5 വർഷം കൊണ്ട് ഈ പുള്ളിയെ ഞാനൊന്ന് കുലുക്കാൻ നോക്കിയിട്ട് സ്തോത്രം പിന്നെ വല്ലപ്പോഴും കയറി വരുന്നവർ നോക്കിയേ പറ്റൂ. പക്ഷെ 6 മാസം കഴിഞ്ഞപ്പോൾ അതേ ചർച്ച ശുശ്രൂഷ നടക്കുമ്പോൾ എല്ലാവരും ആരാധിക്കാനും പച്ചാൻ കസേര മറിച്ചിട്ട് ഇരുന്ന് ആരാധിക്കുക. കാര്യം തിരക്കിയപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അല്പം ചെത്തി ബയോപ്സിക്ക് അയച്ചിട്ടുണ്ടെന്ന്.
അന്ന് ഒരു കാര്യം മനസ്സിലായി, അല്പം ചെത്തി അയച്ചാൽ ഏത് വലിയ പുള്ളിയും തുള്ളും. സ്തോത്രം. മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ആയിട്ട് മസിൽ പിടിച്ചുവിട്ടിരിക്കുക. ആന്തരിക അവയവങ്ങളുടെ മേലെ എന്തെല്ലാം കേടുപാടുകളുണ്ടെന്ന് ആർക്കറിയാം. പക്ഷെ തമ്പുരാന് കരുണ തോന്നി ഇങ്ങനെ വെച്ചേക്കുക കേട്ടോ. അല്ലെങ്കിൽ ആർട്ട് പോലും കാണത്തില്ല, ഒന്നും കാണത്തില്ല അകത്ത്. പക്ഷെ തമ്പുരാൻ ഒരു ദയയുണ്ട്. അല്ലേലിയ നിലവിളിയുടെ മുമ്പാകെ കരുണ കാണിക്കുന്ന തമ്പുരാന്റെ കരുതലാണേ. അതോർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ട് കരമടിച്ച് ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഓ thank you Jesus, hallelujah. praise the Lord. ഞാൻ പറയാറുണ്ട്, ഈ ഡോക്ടർമാർ പറഞ്ഞാൽ നമ്മൾ ചെയ്യും. ഈ എന്തെങ്കിലും രോഗമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം പറഞ്ഞത് രാവിലെ എണീറ്റ് അരമണിക്കൂർ ഞങ്ങളൊക്കെ ഈ നിരന്തരം മീറ്റിംഗ്. ഞാൻ കഴിഞ്ഞ 40 ദിവസം ഉപവാസമായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് തീർന്നത്. സ്തോത്രം. മിക്കയിടത്ത് യോഗം ഉണ്ടായിരുന്നു. ഇന്നലെ IPC സ്തോത്രം റാന്നി വെസ്റ്റ് സെൻറ്ററിൻ്റെ മീറ്റിംഗ് ആയിരുന്നു. സ്തോത്രം. അതിന് മുമ്പ് വയനാട് IPCയുടെ സെൻട്രൽ കൺവെൻഷൻ കഴിഞ്ഞ് സ്തോത്രം തൃശ്ശൂരും സ്തോത്രം എല്ലായിടവും പ്രസംഗിച്ചിട്ടൊക്കെ ഒത്തിരി ദൂരെ യാത്ര ചെയ്തൊക്കെയാണ് വന്നത്. സ്തോത്രം. ഇന്നലെ രാത്രി 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. സ്തോത്രം. ഇന്ന് രാവിലെ 8 മണിയായപ്പോൾ അടിമാലിൽ വന്നു. ദൈവത്തിൻ്റെ കരുതൽ അത്ര വലുതാണ്. ഞാൻ പറഞ്ഞത് സ്തോത്രം, ഈ രാവിലെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് ഈ രാവിലെ ഇങ്ങനെ പ്രത്യേകിച്ച് അവിടെയൊക്കെ വഴി കൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാം ഓരോ അച്ചായന്മാരും അമ്മാമ്മമാരും രാവിലെ നടക്കാൻ ഇറങ്ങും. പാസ്റ്റർ പോക്കൊക്കെ കണ്ടാൽ തോന്നുന്നു ദൈവമേ അവയവം ഒന്നും അവരുടെ അല്ലെന്ന്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓരോ അവയവം എടുത്ത് എറിഞ്ഞിട്ട് കൈയൊക്കെ പോകുന്ന കാണണം. ഇവിടെ വന്നിരിക്കുന്ന ഇരിപ്പ്. സ്തോത്രം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൈയൊക്കെ എടുത്ത് എറിഞ്ഞിട്ടാ പോകുന്നത്. ഇവിടെ വന്ന് മസിലും പിടിച്ചിരിക്കുക. സ്തോത്രം. ദൈവം തന്റെ ജനത്തിന് പറഞ്ഞാട്ടെ. രാവിലെ നമുക്ക് കേട്ടു, നമ്മുടെ ദൈവത്തിന് അസാധ്യമായി എന്തെല്ലാം ലോകം കീഴ്മേൽ മറിഞ്ഞാലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ ഓർക്കും, ദൈവമേ എങ്ങനെ കർത്താവിൻ്റെ സ്നേഹം വിട്ട് മാറാൻ തോന്നുന്നു. ഒത്തിരി പേര് ഈ സ്നേഹമൊക്കെ വിട്ട് മാറിയെന്നൊക്കെ കേൾക്കുന്നു. ഞാൻ പറയാറുണ്ട്, ഈ അനുഭവത്തിൽ കൂടെ വരുന്നവനുമുണ്ട്, അഭിനയത്തിൽ കൂടെ വരുന്നവനുമുണ്ട്. അനുഭവമുള്ള ഒരുത്തനും യേശുവിൻ്റെ സ്നേഹം വിട്ട് മാറാൻ പറ്റത്തില്ല. പെന്തിക്കോസ്തുകാരുടെ കൂടെ ഒന്ന് മാറുന്നതൊന്നും കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോൾ അതാ അറിയണ്ടേ. കൃപയിലാണോ? പണ്ടൊക്കെ കാണുന്നുണ്ട് കൃപയിലാണോ എന്നാ ചോദിക്കുന്നത്. ഇന്ന് ഏത് സഭയിലാണെന്നാ ചോദിക്കുന്നത്. സഭയില. സ്തോത്രം. ഏത് സഭയാണെന്ന് അറിയണ്ടേ. കാണുമ്പോൾ അതല്ല, കൃപയിലാണോ എന്നാ ചോദിക്കേണ്ടത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം എൻ്റെ നല്ല പ്രായത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. സ്തോത്രം. എന്നാൽ ആദ്യമായി സംഭവിച്ച ഈ സത്യം കേട്ട് കഴിഞ്ഞപ്പോൾ സ്തോത്രം, പുസ്തകത്തിൻ്റെ താളുകളെ വലിച്ചു കീറി പരുക്കനുള്ള സിമെന്റ് തറയിലേക്കിട്ട് പാരകന്റെ ചെരുപ്പ് കാൽ കിടന്ന് അതുകൊണ്ട് ചവിട്ടി സ്തോത്രം അതേ തുപ്പി നിഷേധിച്ച്, നിങ്ങൾ പറയുന്ന യേശുവിന് ജീവൻ ഉണ്ടെങ്കിൽ അവൻ്റെ ശക്തി ഞാനൊന്ന് കാണട്ടെന്ന് പറഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞൊരു പേപ്പർ കീറിക്കളയുന്ന ലാഘവത്തോടെ വേദപുസ്തകം വലിച്ചു കീറിയിട്ട് ദൈവശക്തിയെ പരിഹസിച്ച് ചോദിച്ചതാണ്. പക്ഷെ തമ്പുരാൻ പിടിച്ചാൽ ഉലകത്തിൽ ഒരുത്തനും രക്ഷിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ദൈവം ഒരു പിടിപിടിച്ചു. ഏത് കരം കൊണ്ട് പുസ്തകം കീറിയോ ആ കരത്തെ തളർത്തി. സ്തോത്രം. ഒരു ചെറിയ ടെമ്പറേച്ചർ തുടങ്ങിയതാ. പുസ്തകം കീറിയ 5-ാം ദിവസം. സാധാരണ ഒരു പനിയിൽ ഒതുങ്ങി നിൽക്കാതെ പെട്ടെന്നുണ്ടായ ദേഹാസ്വസ്ഥത, നിലത്ത് വീണ ഞാൻ ദൃഷ്ടി മറഞ്ഞു, വയൽ കുടഞ്ഞു, രേമ്പതയും ഒന്നും. ബെൽസ്പാൾസി എന്നാ ലോകം പറഞ്ഞത്. വൈദ്യന്മാർ ബെൽസ്പാൾസി അല്ല, എൻ്റെ അപ്പൻ്റെ കരമായിരുന്നു. ഏത് കരം കൊണ്ട് പുസ്തകം കീറിയോ ആ കരത്തെ തളർത്തി. ഏത് കാലുകൊണ്ട് ചവിട്ടി തേച്ചോ ആ കാലിനെ തളർത്തി. ഏത് നാവ് കൊണ്ട് തുപ്പിയോ ആ നാവിനെ താത്തു. സ്തോത്രം. ഹല്ലേലൂയ. വചനം കേട്ട ചെവി അതരം കൊണ്ട് അതിനെ നിഷേധിച്ചുകൊണ്ട് വലചെവിടെ കേൾവി നഷ്ടപ്പെടുത്തി. എന്തിനേറെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങളായി മാറി. ഉലകത്തിലെ വൈദ്യന്മാർ ഹല്ലേലൂയ കൈമലർത്തിയിട്ട് ഒടുവിൽ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് പ്രാർത്ഥിക്കാൻ. സ്തോത്രം. ലോകത്തിലെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. വൈദ്യന്മാരുടെ ബുദ്ധിക്ക് പരിമിതികളുണ്ട്. എന്നാൽ പരിധികളും പരിമിതികളും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കരമാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്. എനിക്ക് ഇത്രയും പേരെ കണ്ടപ്പോൾ സന്തോഷമുണ്ട്. നമ്മുടെ സ്തോത്രത്തിന്റെ ശക്തി അങ്ങോട്ട് ചെല്ലുമ്പോൾ ദൈവപുത്രന്മാർ കുനിഞ്ഞു നോക്കുന്ന ഒരു ആരാധനയാണ്. അല്ലെ ഈ മുനിയറ ബൈബിൾ കൺവെൻഷനിൽ വെളിപ്പെടുന്നത്. ഇന്ന് രാത്രി മനസ്സോടൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. അത് പൂർണ്ണ മനസ്സോടായിരിക്കണം, പൂർണ്ണ ആത്മാവോടായിരിക്കണം, പൂർണ്ണ ശക്തിയോടായിരിക്കണം. ഈ നിമിഷം കർത്താവ് വന്നാൽ
ശക്തിയോടെ ഈ നിമിഷം എന്റെ യേശു വന്നാൽ, ഈ നിമിഷം എന്റെ യേശു വന്നാൽ അകത്തു പ്രാപിച്ച ദൈവശക്തി കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇത് അനുഭവിക്കുന്നവനെ ഒതുക്കാൻ ആർക്കും പറ്റത്തില്ലെന്ന് എബ്രായ ബാലന്മാരെ കുറിച്ച് നാം പുസ്തകത്തിൽ വായിച്ചു. ശ്രദ്ധിച്ച എല്ലാവരുടെയും പേരൊന്നും ഇതിനകത്ത് വരികയല്ല കേട്ടോ. വിളിക്കപ്പെട്ടവര് പറഞ്ഞോട്ടെ, പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടവര് അയ്യോ വരവെങ്കിൽ ഇത് ഇത്രയൊന്നും ഞാൻ പോകില്ല, പക്ഷെ പോകാൻ ഓടിക്കണം, എനിക്ക് പോണം. ആദാമ്യ പാപത്താൽ ജലപ്രളയത്താൽ സർവശക്തനായ ദൈവം ഈ ഭൂമിയെ നശിപ്പിച്ചപ്പോൾ ഒറ്റ കുടുംബമേ രക്ഷപ്പെട്ടുള്ളൂ. ആരാ? നീതി പ്രസംഗിയായ, ഒന്ന് ഉറക്കെ പറ സഹോദരങ്ങളെ, നോഹയും കുടുംബം മാത്രമേ ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ടുള്ളൂ. കാരണം പണിയാൻ പറഞ്ഞ പോലെ പണിഞ്ഞു, ചെയ്യാൻ പറഞ്ഞതുപോലെ ചെയ്തു. സ്തോത്രം. സാധ്യതകളില്ലാത്ത വിഷയത്തെ നോക്കി അങ്ങോട്ട് പ്രസംഗിച്ചു. മഴ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ജനത്തിന്റെ നടുവിൽ സംഭവിക്കുമെന്ന് പരിഹാസ ശരങ്ങൾ ചുറ്റും കേൾക്കുമ്പോൾ, അല്ലെ പരിഹാസി ഹല്ലേലൂയ അല്ലെങ്കിൽ പരിഹസിക്കുമ്പോൾ ഇതൊന്നും നോഹയ്ക്കൊരു വിഷയമല്ല. ഉടയവൻ പറഞ്ഞതാണെങ്കിൽ ആകാശം മാറിയാല് ഭൂമി മാറിയാല് ദൈവിക വചനത്തിന് മാറ്റമില്ലെങ്കിൽ സർവശക്തൻ പറഞ്ഞത് അങ്ങനെ സംഭവിക്കും. സ്തോത്രം. ഓർക്കുവാ തമ്പുരാനെ, ഒത്തിരി ഒന്നും നേടിയില്ലല്ലോ, സ്വന്തം കുടുംബത്തെ നേടാൻ പറ്റിയല്ലോ. ഹലോ സ്തോത്രം. അയ്യോ അപ്പം അതുപോലെ അനുസരിച്ചുകൊണ്ട് ആ മക്കൾ ഇതിനകത്ത് കയറിയത്, മരുമക്കൾ ഇതിനകത്ത് കയറിയത്. വേറൊരു അപ്പനുണ്ടായിരുന്നു, ലോത്തെന്നാ പേര്. ഇറങ്ങി തിരിച്ച് അബ്രഹാം കൂടാരത്തിന്റെ വാതിക്കലിരിക്കുമ്പോൾ ലോത്ത് എവിടെ ഇരുന്നു പറഞ്ഞാട്ടെ. അങ്ങനെ മാടക്കടയിലും പീടികയിലും ഒക്കെ പോയിരിക്കുക അപ്പൻ. സ്തോത്രം. ആ അപ്പൻ ചെന്ന് മക്കളോടെ പറഞ്ഞു, താമ്പുരാൻ തീയും ഗന്ധവും ഒക്കെ അയക്കുമെന്ന് പറയുന്നു. അപ്പം കളി പറഞ്ഞെന്ന്. എപ്പോഴും ഇങ്ങനെ കളി പറഞ്ഞുകൊണ്ട് സൊറ പറഞ്ഞുകൊണ്ട് അവിടെ പോയിരിക്കുന്ന അപ്പം പറഞ്ഞ ഏത് മക്കളാ കേൾക്കുന്നത്? സ്തോത്രം. പക്ഷെ തമ്പുരാൻ പറഞ്ഞതുപോലെ, ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ച് നീതി പ്രസംഗിയുടെ കുടുംബം ഇതിനകത്ത് കയറി. അപ്പൊ നോക്കിയേ, അന്നും ഒരു ചെറിയ ഗണം, ചെറിയ കൂട്ടം. സ്തോത്രം. സോദോമിന്റെ പാപം ദൈവസ്ഥലെത്തിയപ്പോൾ തീയും ഗന്ധകവും ദൈവം അയച്ചു. അബ്രഹാം ഇടിവിൽ നിന്നിന്റെ പരിണിത ഫലമായി ഒരു കുടുംബം രക്ഷപ്പെട്ടു. ഒരുത്തി ഉപ്പുതൂണായെങ്കിലും ലോത്തും കുടുംബം മാത്രം. നിങ്ങൾ നോക്കി, എപ്പോഴും ചുരുക്കമാണ്. സ്തോത്രം. മിദ്യാന്യരോടുള്ള ഇസ്രായേലിന്റെ യുദ്ധത്തിൽ സ്തോത്രം ഒത്തിരി പേര് ഗിദെയോൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തമ്പുരാൻ തെരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ സ്തോത്രം കൈ വായ്ക്ക് വെച്ച് നക്കി കുടിക്കുന്ന, സ്തോത്രം നക്കി കുടിക്കുന്ന, നായെ പോലെ നക്കി കുടിക്കുന്ന യജമാന സ്നേഹമുള്ളവർ 300 എണ്ണത്തെ മാത്രമേ തെരഞ്ഞെടുത്തുള്ളൂ. എവിടെയും ചുരുക്കമാണ്. ഓർത്തോണം, 20 വയസ്സിന് മേലിലുള്ള 6 ലക്ഷത്തി ചില്ലുവാനും പേരുണ്ടായിരുന്നു, പുരുഷന്മാർ മാത്രം. മോശയോടൊപ്പം ഇറങ്ങിത്തിരിക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ കൂടി സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ അങ്ങോട്ട് പെരുകി കഴിഞ്ഞപ്പോൾ ഏകദേശം വേദപഠിതാക്കൾ പഠിക്കുമ്പോൾ 35 ലക്ഷത്തോളം ജനമുണ്ട് കൂടെ. പക്ഷേ കനാനിൽ എത്ര പേരാണെന്നറിയോ? ഈ 26 ലക്ഷത്തി ചില്ലുവാനും പേരെ ഇറങ്ങിയത്. എത്ര പേര് പോയി ഒന്ന് പറഞ്ഞേ? പറ്റി നിന്ന കാലേബും. നിങ്ങൾ എങ്ങനെയൊക്കെ ആയാലും ഞാനും എൻ്റെ കുടുംബം ഞങ്ങളെ യഹോവയെ സേവിക്കും തീരുമാനിച്ച യോശുവയും മാത്രം. അപ്പൊ നോക്കിക്കേ, എക്കാലത്തും ചുരുക്കം പേരെ ദൈവസന്നിധിയിൽ നിന്നിട്ടുള്ളൂ. കർത്താവിൻ്റെ വരവിലും ഇങ്ങനെ തന്നെയാകും. നോഹയുടെ കാലം പോലെ തന്നെ, ലോത്തിന്റെ കാലം പോലെ തന്നെ വഷളത്വം പ്രബലപ്പെട്ട് പാപമംഗലമായ അധാർമികമായ ജീവിതം നയിക്കുന്നതിന് നടുവിൽ നമ്മുടെ പ്രത്യാശയുള്ളവർക്കറിയാം, ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് വരും. വിശ്വസിക്കുന്നുണ്ടോ? ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് വരും. പക്ഷെ ഒരു കാര്യം തമ്പുരാൻ പറയുന്നുണ്ട്, 2 പേർ ഒരു കിടക്കയിലായിരിക്കും, ഒരാളെ കൈക്കൊള്ളും. 2 പേർ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും. അങ്ങനെയെങ്കിൽ ദൈവമേ, എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയോടെ കർത്താവേ എക്കാലത്തും ചുരുക്കം പേരെ ഉണ്ടായിരുന്നുള്ളൂ. ദൈവമേ, കൈവിടപ്പെട്ടു പോകരുതേ. വില കൊടുത്തത് വെറുതെയാകല്ലേ, മാറി നിന്നത് വെറുതെയാകല്ലേ, തീരുമാനമെടുത്ത വെറുതെയാകല്ലേ, വർജനമാചരിച്ച് വെറുതെയാകല്ലേ. Oh, we thank you, Jesus. Hallelujah. പലരും വീണുപോയി, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരുടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചിലത് പുറകിലോട്ട് പോകുന്നു.
എന്നെ വളരെ ചിന്തിപ്പിച്ച കാര്യം, ഈ അകത്തുള്ളവർക്ക് അറിവില്ലെങ്കിലും പുറത്തുള്ളവർക്ക് അറിവുണ്ട്. 3.5 വർഷം കൂടെ നടന്നപ്പോഴെല്ലാം മരിച്ചവരെ ഉയർപ്പിക്കുന്നു. എന്തൊക്കെ അത്ഭുതങ്ങളാണ് ചെയ്തേ. സ്തോത്രം. ഒരു പ്രശ്നം വന്നപ്പോൾ ഓശന്ന ഓശന്ന പാടിയവനെല്ലാം ക്രൂശിക്കുക എന്ന് പറഞ്ഞ് കഷ്ടം മാറിയവനും കുഷ്ഠം മാറിയവനും എല്ലാം പോയി. ഒടുവിൽ യേശു മരിച്ചു, അടക്കപ്പെട്ടു. അരിമത്യക്കാരനായ യോസഫിന്റെ പുതിയതായി നിർമ്മിച്ച കല്ലറയ്ക്കകത്ത് അടക്കം ചെയ്തു. കൂടെ നടന്നവരങ്ങോട്ട് പോയി. ചിലര് ഇതൊക്കെ ശരിയായിരുന്നു എന്നും പറഞ്ഞ് വഴി കൂടെ എമ്മോസിലൂടെ പറഞ്ഞുകൊണ്ട് നടന്നു. ചിലര് 4 ചുവരിനകത്ത് പേടിച്ചു പോയിരുന്നു. സ്തോത്രം. ഒരുത്തൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പഴയ പണിക്ക് പോവാം, ഏതായാലും കക്ഷി പോയി. സ്തോത്രം. യേശു പോയി, ഞാൻ വലയെടുത്തു, ഞാൻ പടകെടുത്തു, നിങ്ങൾ വരുന്നുണ്ടോ? അവൻ തന്നല്ല. സ്തോത്രം. സകലയാണ്. സ്തോത്രം. അവനോ കുഴപ്പപ്പെടാതെ നിന്നിട്ട് സകലയണത്തിനെയും വലിച്ചുകൊണ്ട് പോവുക. അങ്ങനെയുണ്ട് കുറേ. സ്തോത്രം. ഞാൻ പോവാ പഴയ പണിക്ക്, നിങ്ങൾ വരുന്നോന്ന്. സ്തോത്രം. ഇങ്ങനെ പ്രശ്നമാ. 3.5 വർഷം കൂടെ നടന്ന് കേട്ടതാ ഉയർക്കുവന്ന്. ഹലോ, ഇവിടെ ചിലര് പടകെടുക്കാൻ പോയി, വലയെടുക്കാൻ പോയി, പേടിച്ചരണ്ടിരിക്കുന്നു. ഇങ്ങനെ തന്നെ ആണെന്ന് വഴി കൂടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. പക്ഷെ പുറത്തു നിന്ന് ആൾക്കാരെ കണ്ടു. സിയോൻ ഗീതാവലി പാടാൻ വന്നില്ല, പായിട്ട് പ്രാർത്ഥിക്കാൻ വന്നില്ല, തമ്പേർ അടിച്ചില്ല, കൈ അടിച്ച് പൊട്ടിച്ചില്ല. പക്ഷെ അവർ പറഞ്ഞു കേട്ടോ, ഇച്ചിരി കട്ടി വാക്കാണെങ്കിൽ ഞാനത് ഉപയോഗിക്കുന്നില്ല. ഇവൻ ജീവനോടെ ഇരുന്നപ്പോൾ പറഞ്ഞു ഉയർക്കുവന്ന്. അതുകൊണ്ട് നമുക്ക് കാവൽക്കൂട്ടം എന്തോ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. അല്ലേ, അതെങ്കിലും ഒരു ബോധ്യം ഉണ്ടായല്ലോ. സ്തോത്രം. ഇവിടെ പടകും വലയും ഒക്കെ വലിക്കാൻ പോവാ. പുറത്ത് നിന്നവൻ പറയാ ജീവനോടെ ഇന്നപ്പോ തമ്പേറടിക്കാനൊന്നും വന്നില്ല, സിയോൻ ഗീതാവലി പാടാൻ വന്നില്ല, കൈയടിച്ച് പൊട്ടിക്കാനും വന്നില്ല. പക്ഷെ പുറത്ത് നിന്നവൻ പറയുക, അങ്ങനെയെങ്കിൽ ഒരു കാര്യം എനിക്കറിയാം, ഈ പന്തലിനകത്തല്ല, വീടുകളിൽ, വീതികളിൽ, വഴിയോരങ്ങളിൽ, വരാന്തകളിൽ, കടത്തണ്ടങ്ങൾ, വാഹനങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, ജാതി നോക്കാതെ, കുലം നോക്കാതെ, കളർ നോക്കാതെ, അല്ലെ കുടുംബ പശ്ചാത്തലം നോക്കാതെ, ഇന്ന് രാത്രി കൈക്കൊള്ളുന്ന ഏവനെ അംഗീകരിക്കുന്ന ഒരു യേശു, ശക്തി പകരുന്ന ഒരു യേശു, അല്ല മനസ്സലിയുന്ന ഒരു യേശു, ജീവിക്കുന്ന ഒരു യേശു, പ്രവർത്തിക്കുന്ന ഒരു യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. കരം ഉയർത്തിയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ജീസസ്, ഹല്ലേലൂയ. ഇത്ര സന്തോഷമായി ദൈവത്തെ ആരാധിക്കുന്നത്. എനിക്ക് 84 വയസ്സുള്ള ഒരു അമ്മയുണ്ട്. എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ പണ്ടേ നമുക്കിത് അറിയാൻ പറ്റിയില്ലല്ലോ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് വന്ന് പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. രാമനാമം മാത്രം ജപിച്ചമ്മ ഇടതടവില്ലാതെ സ്തോത്രം പറയുമ്പോൾ ഈ 84-ാമത്തെ വയസ്സിൽ ഈ സ്റ്റേജിൽ ഞാൻ നിൽക്കുമ്പോഴും എനിക്ക് വേണ്ടി മുട്ടുമടക്കി ദൈവസനെ പ്രാർത്ഥിക്കുക. യോഗം കഴിയുമ്പോൾ ഞാൻ വിളിക്കും, യോഗത്തിന് കയറുമ്പോൾ ഞാൻ വിളിക്കും. അല്ലെ, മാതാപിതാക്കളുടെ കണ്ണുനീര് വസ്ത്രത്തിൽ പറ്റി മാഞ്ഞു പോകത്തില്ല, അത് തലമുറകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഇന്ന് രാത്രി മാതാവെ നീ ഒഴുക്കുന്ന കണ്ണുനീര്, പിതാവെ ഒഴുക്കുന്ന കണ്ണുനീര് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. കാരണം വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. കരയണം. സ്തോത്രം. വല്ലാത്തൊരു കാലഘട്ടം. മൃഗത്തെക്കാൾ അധമമായ അനുഭവത്തിലാ ഇന്ന് മാനവകുലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. വല്ലാത്തൊരു കാലഘട്ടം. അപ്പച്ചന്മാർ, അമ്മച്ചിമാർ നമ്മുടെ ഇടയിലുണ്ട്. ചോദിക്കേ, തലയ്ക്ക് കൈവച്ചോണ്ട് അവർ പറയും, മക്കളെ ഞങ്ങളുടെ കാലത്തൊന്നും ഞങ്ങൾ കേൾവി പോലും ഇല്ലാത്ത വാർത്തകളാണ് ഇന്നിന്റെ മീഡിയയിൽ കൂടെ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത്. സ്തോത്രം. മൃഗത്തെക്കാൾ അധമമായ ഒരു അനുഭവം. ഭാര്യ ഏതാണെന്നറിയത്തില്ല, ഭർത്താവ് ആരാന്നറിയത്തില്ല. സ്തോത്രം. നൊന്തു പ്രസവിച്ച കുഞ്ഞുങ്ങൾ ഏതാണെന്നറിയത്തില്ല, ജന്മം തന്ന അപ്പനും അമ്മയും ഏതാണെന്നറിയത്തില്ല, കൂടെ പിറന്നവരെ അറിയത്തില്ല, കൂട്ടുകാരെ അറിയത്തില്ല, കൂടെ പായിരിക്കുന്നവരെ അറിയത്തില്ല. വല്ലാത്തൊരു കാലഘട്ടം. പത്രത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ അയ്യോ എന്നറിയാതെ വിളിച്ചു പോകാം. TV ഓണാക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന കാഴ്ചകളാണ് കാണുന്നത്. സ്തോത്രം. കൊടും ക്രൂരതയിലേക്ക്, മൃഗ സ്വഭാവത്തിലേക്ക് മനുഷ്യൻ മാറിക്കഴിഞ്ഞു. സ്തോത്രം. എന്തുകൊണ്ടാണെന്നറിയാമോ? മനുഷ്യനെ നിറഞ്ഞു നിൽക്കുന്ന പാപമായതിനു കാരണം. പാപം ഒരു അവയവമല്ല, ആയിരുന്നെങ്കിൽ അങ്ങ് മുറിച്ചു മാറ്റായിരുന്നു. രക്തത്തിൽ രൂഢമൂലമായി കിടക്കുന്ന പാപം അങ്ങനൊന്നും മാറത്തില്ല. കൂട്ടുകാരനെ കുത്തിനു പിടിച്ചിട്ട്, കൂട്ടുകാരനെ കുത്തിക്കൊന്നിട്ട്, അയൽക്കാരന്റെ അതിര് മാന്തിയിട്ട്, മറ്റുള്ളവർക്കെതിരെ ആഭിചാരം ചെയ്തിട്ട്, ആ കരം കൊണ്ട് അനാഥർക്ക് അന്നദാനം ചെയ്താലും, ആ കരം കൊണ്ട് പിടിപ്പണം മാറിയാലും, ആ കരം കൊണ്ട് കുരിശു ചുമന്നാലും മനുഷ്യനെ നിറഞ്ഞു നിൽക്കുന്ന പാപം മായ്ക്കപ്പെടത്തില്ല. ഒരുപക്ഷെ ചെയ്തു കൂട്ടിയ പാപത്തിന്
ഈ ലോക കോടതിയുടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടാലും ആയാറിൽ വെളിപ്പെടുന്ന ഒരു സ്വർഗീയ കോടതിയുണ്ട്. അവിടെ നിന്ന് മാനവകുലത്തിന് രക്ഷയില്ല. രക്ഷ വേണമെങ്കിൽ ഇന്നേക്ക് 2019 പരം വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിനു വേണ്ടി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് തന്റെ 33 തിരുവയസ്സിൽ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് പിശാചിന്റെ തലയെ കാൽവറി തകർത്ത് ക്രൂശിൽ ജയപേര് മുഴക്കിയ യേശു ക്രിസ്തുവിന്റെ കാൽവറി രക്തത്തിലൂടെ അല്ലാതെ മാനവകുലത്തിന്റെ പാപം കഴുകപ്പെടുന്നില്ല. മതഗ്രന്ഥങ്ങൾക്ക് കുറവില്ല, മനുഷ്യ ദൈവങ്ങൾക്ക് കുറവില്ല, പുണ്യവാളന്മാർക്ക് കുറവില്ല. മൃഗീയ വാസന നിറഞ്ഞു നിൽക്കുന്ന മാനവകുലത്തെ മാറ്റത്തിലേക്ക് നയിക്കാൻ ആർക്കും കഴിയുന്നില്ല. അവിടെയാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത. സ്തോത്രം, സ്തോത്രം. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറ്റാൻ ആളുണ്ട്, ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറ്റാൻ ആളുണ്ട്. പക്ഷേ മൃഗീയ വാസന നിറഞ്ഞു നിൽക്കുന്ന മാനവകുലത്തിന്റെ രൂപാന്തരം കൊടുക്കാൻ ഒരു ശക്തിക്കും വ്യക്തിക്കും കഴിയുന്നില്ല. സ്തോത്രം. എന്നാൽ പുസ്തകം പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാ. പഴയതെല്ലാം കഴിഞ്ഞു പോയി. എത്രയെത്ര കുറ്റവാളികളെ ഈ കേരളത്തിൽ തന്നെ. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് ജയിലിൽ പോയി. കൂടത്തായി ജോളി ഉൾപ്പെടെ ഒത്തിരി സഹോദരിമാരെ കണ്ടു, ഒത്തിരി പ്രിയപ്പെട്ടവരെ കണ്ടു. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഞങ്ങൾ ജയിലുകളിലും ഹോസ്പിറ്റലിലും ഒക്കെ സന്ദർശിക്കണം. നമുക്കറിയാം, ആയിരക്കണക്കിന് 10,000-കണക്കിന് കൊടും കുറ്റവാളികളെ തോക്കില്ലാതെ, ലാത്തിയില്ലാതെ, മുഷ്ടിപ്രയോഗമില്ലാതെ ഈ സുവിശേഷം മാനസാന്തരത്തിലേക്ക് നയിച്ചു. ഇടത് കൈയിൽ മദ്യക്കുപ്പിയും വലത് കൈയിൽ വടിവാളുമായി കൊട്ടേഷൻ സംഘത്തിന്റെ നേതാക്കന്മാരായി കാലുവെട്ടാനും കൈവെട്ടാനും പെട്ടിക്കകത്ത് പണം മേടിച്ചു വെച്ചിരുന്ന ചില യുവാക്കൾ തെരുവിൽ നിന്നുകൊണ്ട് വചനം വിളിച്ചു പറഞ്ഞപ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന വചനത്തിന്റെ ശക്തി അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്ത് കഴിഞ്ഞപ്പോൾ മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞിട്ട്, കടാരകൾ വലിച്ചെറിഞ്ഞിട്ട്, പെട്ടിക്കകത്ത് കാലുവെട്ടാനും കൈവെട്ടാനും മേടിച്ചു വെച്ച പണം ആരിൽ നിന്ന് വാങ്ങിയോ മടക്കി കൊടുത്തിട്ട് കറുത്ത ബൈൻഡിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച ബൈബിളുമായി ഇന്ന് തെരുവിൽ നിന്നുകൊണ്ട് യേശുവിനെ ഉയർത്തുമ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്തിരിക്കുന്ന ഞങ്ങൾക്ക് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ കഴിയും, മനുഷ്യനെ പരിവർത്തനത്തിലേക്ക് നയിക്കുവാൻ, മനുഷ്യനെ മാറ്റത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ഏകനാമമുണ്ടെങ്കിൽ അത് ലോകൈകനാഥനാകുന്ന യേശുവിന്റെ നാമം മാത്രമോ. സ്തോത്രം. ആയിരക്കണക്കിന് കൊടും കുറ്റവാളികളെ നിത്യതയിൽ വിശ്രമിക്കുന്ന മുഹമ്മദ് ചന്ദ്രൻ പാസ് ഉൾപ്പെടെ, ഗീതാകൃഷ്ണൻ പാസ് ഉൾപ്പെടെ, സ്തോത്രം, അല്ലേ, മദ്രാസിലെ മോൻ ഉൾപ്പെടെ, ടിയു ബേബിച്ചൻ ഉൾപ്പെടെ, സ്തോത്രം, ആലപ്പുഴക്കാരൻ ഭീകരൻ രാജേഷ് ഉൾപ്പെടെ, സ്തോത്രം, ആയിരക്കണക്കിന് കൊടും കുറ്റവാളികൾ ഇന്ന് കർത്താവിന്റെ സാക്ഷികളാണ്. സ്തോത്രം. എന്തെല്ലാം പ്രസിദ്ധി പോയതാണെന്നറിയോ അവരൊക്കെ? 380-ലധികം കേസുകൾ ഉണ്ടായിരുന്നു മുഹമ്മദ് ചന്ദ്രൻ പാസക്ക്. സ്തോത്രം. വിഗ്രഹമോഷണം ഉൾപ്പെടെ. മാത്രമാണോ, മറ്റ് പറയപ്പെട്ട ദൈവദാസന്മാരെല്ലാവരും, സ്തോത്രം, കഞ്ചാവ് കൃഷി ഒറ്റിക്കൊടുത്തവനെ കുത്തിക്കൊന്നു. സ്തോത്രം, ഹല്ലേലൂയ. തങ്ങൾക്ക് മുമ്പേ തടസ്സമായി നിന്ന സകലത്തിനെയും തകർത്ത ഈ പ്രിയപ്പെട്ടവർ ജയിലിൽ കിടന്നുകൊണ്ട് വചനത്തിന്റെ ശക്തമായ മർമ്മം വെളിപ്പെട്ടപ്പോൾ പാപം മോചിച്ചു തരുന്ന ഒരു യേശുവുണ്ട്, ജീവൻ തരുന്ന ഒരു ദൈവമുണ്ട്. നിത്യത കരഗതമാക്കുവാൻ ഈ ദൈവത്തിൽ പ്രത്യാശ വെക്കണം ബോധ്യം വന്നപ്പോൾ അവർ പാപത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചു. ദൈവശക്തിയാൽ അവർ നിറയപ്പെട്ടെങ്കിൽ എവിടെ പോയാലും, കേട്ടോ, സ്തോത്രം, അങ്ങനെയുള്ളവരുടെ പേര് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. നമുക്കറിയാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എബ്രായ ബാലന്മാരെ കുറിച്ച് പുസ്തകം നമ്മൾ പഠിക്കുന്നു. സ്തോത്രം. പുസ്തകം നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാ, ഒരുപാട് പേര്, ഒത്തിരി പേര്, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ, സ്തോത്രം, പിടിച്ചുകൊണ്ടുപോയി. പക്ഷെ പ്രമാണത്തിന് വേണ്ടി നിന്നവന്റെ പേരെ ഇതിനകത്തുള്ളൂ. ഹലോ, ആരെങ്കിലും അങ്ങോട്ട് പോയി നിങ്ങൾ അങ്ങോട്ട് നോക്കാതെ ഇങ്ങോട്ട് നോക്കുന്നേ. സ്തോത്രം. ഒത്തിരി പേരെ പിടിച്ചുകൊണ്ടുപോയി. ഇന്ന് എബ്രായ ബാലന്മാരെ നിങ്ങൾ നോക്കിയേ. എനിക്ക് ഒത്തിരി സന്തോഷം അത് പറയുമ്പോൾ. രാജ്യം മാറി, ഭരണം മാറി, ഭരണകർത്താവ് മാറി, ഭാഷ മാറി. കൽദയ ഭാഷ പഠിപ്പിച്ചെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇവരെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയി. ഒത്തിരി പേരെ പിടിച്ചുകൊണ്ട് പോയ പേരൊന്നുമില്ല, പ്രമാണത്തിന് വേണ്ടി നിന്നവരുടെ പേരേ ഉള്ളൂ. ഇപ്പൊ രാജ്യം മാറി, ഭരണകർത്താവ് മാറി, ഭരണം മാറി, പേര് മാറി, ഭാഷ മാറി, വസ്ത്രധാരണത്തിന് മാറ്റമുണ്ട്. അകത്തിരിക്കുന്ന പ്രമാണത്തിന് ഒരിക്കലും ഒരു മാറ്റമില്ല. 30 അടി ഉയരമുള്ളതൊന്ന് മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ജാതിക രാജാവായ നെബൂഖദ്നേസർ വിളിച്ചു പറഞ്ഞു, കാഹളം
തമ്പുരു, കുഴല് ഇതെല്ലാം ഊതുമ്പോൾ നിങ്ങൾ ഇതിന്റെ മുമ്പിൽ വീഴണം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ, രാജ്യം നാട്ടിലെ MLA അല്ല അത് പറഞ്ഞ്, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല പറഞ്ഞ്, വാർഡ് മെമ്പർ അല്ല പറഞ്ഞ്, രാജ്യം ഭരിക്കുന്ന മഹാരാജാവിന് അടിമകളോടുള്ള കൽപ്പനയാണ്. മണിക്കൂറുകൾ മുമ്പ് വരെ ഈ മഹാരാജാവ് എന്തെങ്കിലും കൽപ്പിച്ച ഈ അടിമകൾ എന്നാ ചെയ്യുന്നതെന്നറിയാമോ? ചെന്ന് ഓച്ചാനിച്ച് നിന്നിട്ട് മഹാരാജൻ അടിയൻ ഇതാ എന്ന് പറഞ്ഞ് അടിമകളാ. പക്ഷേ പ്രമാണത്തിന്റെ കാര്യം വന്നപ്പോ മുഖഭാവം അങ്ങ് മാറി. രാജ്യം മാറിയാലും ഭരണകർത്താവ് മാറിയാലും ഭരണം മാറി വന്നാലും ഭാഷ മാറിയാലും വേഷവിധാനത്തിന് മാറ്റമുണ്ടായാലും ഭക്ഷണ രീതിക്കൊക്കെ മാറ്റമുണ്ടായാലും അകത്തിരിക്കുന്ന പ്രമാണത്തിന് ഒരിക്കലും ഒരു മാറ്റമില്ല. രാജാവ് എന്ന് പോലും വിളിച്ചു നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ മാത്രം ഉത്തരം പറയാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ജീവിക്കുന്നു. അവൻ ഞങ്ങളെ വിടുവിക്കും. വിടുവിച്ചില്ലെങ്കിലും വീഴുകയില്ല. അതാ തീരുമാനം. സ്തോത്രം. വിടുവിച്ചില്ലെങ്കിലും വീഴത്തില്ല. സ്തോത്രം. 7 മടങ്ങ് ശക്തി കൂടിയ തീക്കകത്തേക്ക് വലിച്ചെറിഞ്ഞു. വളരെ ശ്രദ്ധിക്കണം. സ്തോത്രം. തീയുടെ മണം പോലും ഏശിയില്ല. ഒരു രോമം പോലും കരിഞ്ഞില്ല. കാൽച്ചട്ടയ്ക്ക് പോലും കേട് സംഭവിച്ചില്ല. എന്തുകൊണ്ടാ? ഒന്നാമനായി ദൈവപുത്രൻ അവിടെ ഇറങ്ങി. ഇപ്പൊ ചിലര് പറഞ്ഞല്ല നാലാമനെന്ന്. അത് അവൻ നോക്കിയപ്പോഴാ. ജാതിക രാജാവിന്റെ കണ്ണിന്റെ മുമ്പിൽ അവന് 4-മനോ 5-മനോ ആയിക്കോട്ടെ, അകത്ത് കിടക്കുന്ന സഹോദരങ്ങൾ പറയും, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലത്തിന്റെ നടുവിൽ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നവൻ 4-മനല്ല, അവൻ 1-മനാണ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയത് ഇതെല്ലാം അങ്ങോട്ട് കണ്ട് ആപാത ചൂട് നോക്കിയിട്ട് രാജാവ് പറയുക, കാൽച്ചട്ടയ്ക്ക് ഒരു കേട് എന്ന് വെച്ചാൽ ചപ്പൽ പോലും കേട് സംഭവിച്ചിട്ടില്ല, മെതിയടി കരിഞ്ഞിട്ടില്ല, രോമം കരിഞ്ഞിട്ടില്ല, ഇതിന്റെ മണം പോലും വേശിട്ടില്ല. എന്നിട്ട് 3:29 ഈ രാജാവ് വിളിച്ചു പറയുന്നൊരു കാര്യം ഞാൻ അറിയാതെ തുള്ളിപ്പോയത് കണ്ടപ്പോൾ, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവമില്ല. ഇസ്രായേൽ ജനമേ, എന്തിനായി പിറുപിറുപ്പ്? 40 വർഷം എത്ര ഭയങ്കരമായ നടത്തി അല്ലേ? സ്തോത്രം. 1-ാം വയസ്സിൽ കൊച്ചിനിട്ട് കൊടുത്ത ചെരുപ്പ് 40-ാമത്തെ വയസ്സിലും കൊച്ചിട്ടു. കാല് വളരാഞ്ഞിട്ടോ കൊച്ചു വളരാഞ്ഞിട്ടോ അല്ല, ചെരുപ്പ് വളർന്നു. 1 വയസ്സിൽ കുഞ്ഞിനിട്ട് കൊടുത്ത് ഉടുപ്പ് 40-ാമത്തെ വയസ്സിലും അവനിട്ടു. കൊച്ചു വളരാഞ്ഞിട്ടല്ല, ഉടുപ്പ് വളർന്നു. ഇതുപോലെ വിടുവിച്ചു കൊണ്ടുവന്ന ഒരു ദൈവം. സ്തോത്രം. ഈ വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ഇങ്ങനെ വിടുവിക്കുന്ന ഒരു ദൈവം. ഈ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്തിനാ ഇങ്ങനെ വിടുവിച്ചെന്നറിയാമോ? ഇവിടെ കൊട്ടിയും പാടിയും തുള്ളിയും വിറ്റും കുടിച്ചും ഒക്കെ ഇരിക്കാനല്ല. സ്തോത്രം. അവരെ വിടുവിച്ചു കൊണ്ടുവന്ന ലക്ഷ്യം കാനാനായിരുന്നു. എന്നാ ഒന്ന് പറഞ്ഞേ, കാനാനി കൊണ്ടുപോകാനാ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നേ? ചെങ്കടൽ വിഭാഗിച്ചു കൊടുക്കും. ഈ മുന്നിലൊരു ചെങ്കടലൊക്കെ വരുന്നതിന് മുമ്പ് അതിനെ വിഭാഗിക്കാൻ ഒരു വടി ഭക്തന്റെ കൈ തന്നിരിക്കും. സ്തോത്രം. ഞാൻ രാവിലെ പറഞ്ഞ പോലെ നമ്മൾക്കുള്ളിലുള്ള അധികാരം മറക്കല്ലോ കേട്ടോ. ഏതാ അധികാരം? സ്തോത്രം. ദാവീദ് പറഞ്ഞു, നിന്നാൽ ഞാൻ എൻ്റെ ദൈവത്താൽ ഞാൻ പ്രശ്നങ്ങളെ. പഴയ നിയമഭക്തൻ ചാടിക്കിടക്കണമായിരുന്നു. എന്നാൽ പുതിയ നിയമഭക്തൻ പറഞ്ഞു, നീ പ്രശ്നത്തെ ചാടിക്കിടക്കണ്ട, ഈ മലയോട് ചാടി കടലിൽ പോകാൻ നീ കൽപ്പിച്ചാൽ മതി. അങ്ങനെ ഒരു അധികാരമാണ് നിന്റെ നാവിന്മേലുള്ളതാ. സ്തോത്രം. നീ ചാടണ്ട പ്രശ്നത്തെ, യേശുവിൻ നാമത്തിൽ മാറിപ്പോകാൻ പറഞ്ഞ പുതിയ നിയമഭക്തന്റെ മേൽ കൊടുത്തിരിക്കുന്ന അധികാരം ഇതാ. ഈ ജനത്തെ എത്ര അത്ഭുതമായിട്ടാണ് വിടുവിച്ചേ. ഞാനിതൊക്കെ വായിച്ചങ്ങ് ധ്യാനിക്കും രാത്രിയുടെ യാമങ്ങളിലൊക്കെ. സ്തോത്രം. നോക്കിക്കേ, മുന്നിൽ പോയ ദൈവത്തിന്റെ തേജസ്, മുന്നേ പോയ ദൈവത്തിന്റെ തേജസ്. സ്തോത്രം. സ്തോത്രം. ശത്രു വന്നപ്പോ ആ തേജസ് പുറകി വന്നു നിന്നു. എങ്ങനെ പരിപാലിച്ചു. സ്തോത്രം. വിശക്കുന്നെന്ന് പറഞ്ഞപ്പോ മഞ്ഞിൽ പൊതിഞ്ഞ മന്ന കൊടുത്തു, മാറയെ മധുരമാക്കി തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു, ചെങ്കടലിനെ വിഭാഗിച്ചു കൊടുത്തു. എല്ലാം കൊടുത്ത് എന്തിനാന്നറിയാമോ കൊണ്ടുവന്നേ? ഒന്നുകൂടെ പറഞ്ഞ, ഭയങ്കരവും അതിശയമായി പ്രവർത്തിച്ചു കൊണ്ടുവന്ന എന്തിനാന്നറിയാമോ? തമ്പുരാൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. പൗലോസ് ശ്ലീഹ പറയുന്ന പോലെ, വിളിയാൽ ഒരാശയുണ്ട്. വിളിച്ചതിന്റെ പിന്നിൽ ചുമ്മാതിങ്ങനെ ചെങ്കടലും വിഭാഗിച്ച് മാറയും മധുരയാക്കി തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം കുടിച്ച് ദൂതനെ കാവലും സൂക്ഷിപ്പൊക്കെ ആയിട്ട് കൊടുത്ത് ഉടുപ്പും വളർത്തി ചെരുപ്പും വളർത്തി ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഇവിടെ നിൽക്കാനല്ല, കനാനിലെത്തണം. ഹലോ, എത്ര പേര് ഗ്രഹിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെ തരുന്ന എന്തിനാണെന്നറിയാമോ? ലക്ഷ്യം എവിടാ? പറഞ്ഞാട്ടെ. വളരെ ശ്രദ്ധിച്ചോണം. കനാനിൽ എത്തണമെങ്കിൽ യോർദാൻ കടന്നു വേണം കനാനിലെത്താൻ.
ഹലോ, വീട്ടിൽ പോയി വായിക്കണം. സംഖ്യാപുസ്തകം 32:1 മുതൽ വീട്ടിൽ പോയി ധ്യാനിച്ചാൽ മതി, ഇവിടെ വെച്ച് വായിക്കണ്ട. എന്നാ രൂബേന്യരും ഗാദ്യരും മിടുക്കന്മാരെല്ലാം കൂടെ നായകനായി നിൽക്കുന്ന മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു. സ്തോത്രം. ഇക്കരെ നിന്നോണ്ടാ, യോർദാൻ കടന്നിട്ടില്ല. ഞങ്ങൾ ദേശമൊക്കെ നോക്കിയപ്പോൾ നല്ല പച്ചപ്പുള്ള ദേശം, ഒന്നാം തരം ദേശം, ആടുമാടുകൾക്ക് കൊള്ളാവുന്ന ദേശം. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ആടുമാടുകളുണ്ട്. അതുകൊണ്ട് അക്കരയ്ക്ക് പോവാൻ ഞങ്ങളെ വിളിക്കണ്ട. ഞങ്ങൾ അക്കരയിലോട്ട് ലക്ഷ്യം മറന്നു, വിളി മറന്നു, പ്രമാണം മറന്നു. ലക്ഷ്യം കനാന. മാതാപിതാക്കൾ ലക്ഷ്യം മറന്ന തലമുറകൾ ദൈവരാജ്യത്തിന്റെ അരികത്ത് പോലും കാണുകയല്ല. അതിനൊത്തിരി ദൃഷ്ടാന്തമുണ്ട്. എൻ്റെ മുമ്പിൽ അധികം സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞു വിടുകയാണ്. ശ്രദ്ധിക്കണം. നമുക്കറിയാം, ചരിത്രം പഠിപ്പിക്കുന്ന യാക്കോബിന്റെ 7ാമത്തെ മകനായ ഗാദ് വിഭാഗിച്ചെടുത്ത ദേശമാണ് ഗദര. സ്തോത്രം. അപ്പന്മാര് ആടിനെ മേയ്ക്കാനാണെങ്കിലും തലമുറകളുടെ കാലം എന്ന കാഴ്ചപ്പാടങ്ങ് മാറി. യഹൂദിന് നിഷിദ്ധമായ പന്നി അകത്ത് കൊണ്ടുവന്നു. നിഷിദ്ധമായത് അകത്ത് വന്നപ്പോൾ അകത്ത് കിടക്കേണ്ട തലമുറ കാട്ടിലും കല്ലറയിലും പോയി. തമ്പുരാന്റെ കരുണയാ ചിലതിനെയൊക്കെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നത്. എത്ര പേര് ഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഇങ്ങനെ വിടുവിച്ച്, ഇങ്ങനെ മാനിച്ച്, ഇങ്ങനെ കൊണ്ടുവരുന്ന എന്തിനാ പറഞ്ഞേ? എവിടെ എത്തിക്കാനാ? കനാനിലെത്തിക്കാനാ. ഇനിയും പുതിയ നിയമഭക്തർ ഇങ്ങോട്ട് നോക്കിക്കേ. നമുക്കും സൗഖ്യവും തന്ന്, സമാധാനവും തന്ന്, വിടുതലും തന്ന്, ഉടുപ്പും തന്ന്, വീടും തന്ന്, സൗന്ദര്യവും തന്ന്, ആരോഗ്യം തന്ന്, മക്കളെയും തന്ന്, കുടുംബജീവിതം തന്ന്, എല്ലാം തന്നത് സിയോനിലെത്തണം. ഹലോ, സിയോൻ യാത്രക്കാരാ, ഇതെല്ലാം തന്നത് എന്തിനാന്നറിയാമോ? ലക്ഷ്യം എവിടാ പറഞ്ഞേ? സിയോനിലെത്തണം. വളരെ ശ്രദ്ധിച്ചാട്ടെ. പഴയ നിയമത്തിൽ കനാനിലെത്തണമെങ്കിൽ യോർദാൻ കടക്കണമായിരുന്നു. പുതിയ നിയമത്തിൽ സിയോനിലെത്തണമെങ്കിൽ ഇങ്ങനെ അനവധി കഷ്ടങ്ങളിലൂടെ മാത്രമേ ദൈവരാജ്യത്തിലെത്താൻ കഴിയത്തുള്ളൂ. കഷ്ടത ഇന്ന് കേൾക്കാനില്ല, കഷ്ടം പ്രസംഗിക്കുന്നവരില്ല. എല്ലാവരും ഇങ്ങോട്ട് വന്നേ വിടുതൽ പ്രാപിച്ചോ എന്ന് പറയുന്നത് വരാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കഷ്ടമുണ്ട്, ഉപദ്രവമുണ്ട്, ആക്ഷേപമുണ്ട്, നിന്ദയുണ്ട്, ഒറ്റപ്പെടലുണ്ട്, വേദനയുണ്ട്. ഞാൻ ഓർക്കോ, തമ്പുരാനെ, എൻ്റെ കർത്താവിനോട് മാത്രം ഈ ലോകത്തിന് ഇത്രയും എതിർപ്പെന്താ? ഞാനൊരിക്കൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ യേശു കർത്താവിനോട് ചോദിച്ചു, എൻ്റെ കർത്താവ് എന്നാ എൻ്റെ യേശുപ്പച്ചനോട് മാത്രം ഈ ലോകത്തിന് ഇത്രയും വൈരാഗ്യമുണ്ടോ? സ്വോത്രം. അല്ല, ഹാമാൻ പറഞ്ഞ പോലെ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ജാതികളുണ്ട്. അതിൽ ഒരു ജാതി മാത്രം ചിന്നിച്ചെതറിക്കണം എന്ന് വെച്ചാൽ വലിയ ഗ്രൂപ്പൊന്നുമില്ല. അവരെ ഇങ്ങനെ വിടുന്നത് നമുക്ക് രാജാവിന് യോഗ്യമല്ല. 10,000 താലന്ത് വെള്ളി ഞാൻ ശ്രീഭണ്ഡാരത്തിലേക്ക് ഇട്ടേക്കാം അവരെ നശിപ്പിക്കണമെന്ന്. വല്ല കാര്യമുണ്ടോ? സ്തുതിക്കുന്നവരെ, ആരാധിക്കുന്നവരെ, ഇന്നും ഇത് തന്നെ ആഗ്രഹം. ആരാധിക്കുന്നവരെ ഇല്ലാതാക്കണം, പ്രാർത്ഥിക്കുന്നവരെ നശിപ്പിക്കണം, സ്തുതിക്കുന്നവരെ ഇല്ലാതാക്കണം. നടക്കത്തില്ലെന്നേ, നടക്കത്തില്ല. അല്ല, ദൈവം വളർത്തിയെങ്കിൽ തകർക്കാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. ധൈര്യമുണ്ടോ? ചാങ്കുറപ്പോടെ പറയാം, ആർക്കും തകർക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, ഇരുവായ്ത്തലയുള്ള വാള്, ആ വചനത്തിന്റെ ശക്തി, ദൈവിക വാഗ്ദത്തങ്ങളെ ദൈവം കെട്ടി വേലിയെ തകർക്കാൻ ഒരുത്തനും കഴിയില്ല. സ്തോത്രം. പഴയ നിയമത്തിൽ കനാൻ ലക്ഷ്യമെങ്കിൽ പുതിയ നിയമത്തിൽ പറഞ്ഞേ സിയോൻ. അനവധി കഷ്ടങ്ങളിലൂടെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പറഞ്ഞാട്ടെ. കഷ്ടത സഹിഷ്ണുത, സഹിഷ്ണുത സിദ്ധത, സിദ്ധത പ്രത്യാശ. അതുകൊണ്ട് പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും എന്ത് ചെയ്യണം? ഇത് നമുക്ക് അനുഗ്രഹം മാത്രം മതി. വേദപുസ്തകം ഒന്ന് പഠിച്ചാലേ. സ്തോത്രം. 4 സുവിശേഷത്തിനകത്തും അപ്പോസ്തല പ്രവൃത്തിക്കകത്തും അപ്പോസ്തലന്മാരിലൂടെയും ശിഷ്യന്മാരിലൂടെയും യേശു താൻ ഒത്തിരി അത്ഭുതം ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചേ. അപ്പോസ്തലന്മാരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്, പിന്നെ യേശു താൻ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് പേരെ വിട്ട ശിഷ്യന്മാരെ കൊണ്ട് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? മരിച്ചവരെ ഉയർപ്പിക്കാം, സ്തോത്രം, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കും, എല്ലാ അത്ഭുതവും നടക്കും. എന്തിനാണെന്നറിയാമോ? പുറത്തുള്ളവൻ ഈ സത്യം അറിയാൻ. എന്തോ മനസ്സിലായി? എന്തോ മനസ്സിലായി? വല്ലോ മനസ്സിലാകുന്നുണ്ടോ? 4 സുവിശേഷത്തിനകത്തും അപ്പോസ്തല പ്രവൃത്തിക്കകത്തും യേശുദാനും അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും ഒക്കെ ഒരുപാട് മിറക്കിൾ ചെയ്തു. എന്തിനാ? പുറത്തുള്ളവൻ ഈ സത്യമൊന്നറിയാൻ ഒരു അത്ഭുതം ചെയ്തു. ഞാൻ ഈ സത്യം അറിയാൻ എൻ്റെ നാക്ക് പിടിച്ചു താത്തു.
ഞാൻ ഈ സത്യം അറിയാൻ എൻ്റെ കൈ തളർത്തിയിട്ടു, ഞാൻ ഈ സത്യം അറിയാൻ എൻ്റെ ചെവി അടച്ചു വെച്ചു, ഞാൻ ഈ സത്യം അറിയാൻ സമൃദ്ധമായി മുടികളെല്ലാം കൊഴിച്ചു. സ്വോത്രം. ഹല്ലേ. പിരികം മുഴുവൻ കൊഴിഞ്ഞു പോയി, ശരീരത്തെ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു. 18 കിലോ പോലും തികച്ചില്ലാത്ത അസ്ഥിപഞ്ജനമാക്കി ഈ സത്യം ഞാൻ തിരിച്ചറിയാൻ പുറത്തുള്ളവൻ അകത്തു വരാൻ ചില അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ ചെയ്യിച്ചു. പക്ഷെ അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ മുഴ മാറുന്നു, തലവേദന മാറി, മുടി കൊഴിയുന്ന ഇതൊന്നും മാറത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. ദൈവത്തിന് ഇഷ്ടമുള്ളവരെയൊക്കെ ദൈവം വിടുവിക്കും. അതുകൊണ്ട് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവരെ അല്ലെന്നല്ല, ദൈവത്തിന് ചില കാര്യങ്ങളുണ്ട്. സാറാപാത്തിൽ ഒത്തിരി വിധവമാരുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ബേഥാനിയയിൽ ഒരുപാട് ലാസർമാരുണ്ടായിരുന്നു. സ്തോത്രം. പക്ഷെ തമ്പുരാൻ ചെയ്യേണ്ടതിനെ ചോദ്യം ചെയ്യണം. എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ ഈ ഇരിക്കുന്ന ഒരുത്തനും അധികാരമില്ല, ഓരോരുത്തർക്കും അധികാരമില്ല. അപ്പൊ ഈ 4 സുവിശേഷം പ്രവർത്തികൾക്കകത്തും യേശുദാനും ശിഷ്യ ഇവരെല്ലാം അത്ഭുതം ചെയ്തു. പുറത്തുള്ളവൻ അകത്ത് വന്നു. അകത്ത് വന്നു കഴിഞ്ഞ് പിന്നെ ലേഖനമാ. അവിടെ അത്ഭുതം വല്ലതും നടത്തിയോ? പറഞ്ഞേ. അവിടെ പകലുള്ള പോലെ മര്യാദയ്ക്ക് നടന്നോണം, എല്ലാ നടപ്പിലും വിശുദ്ധനായിരുന്നു. അകത്ത് വന്നു കഴിഞ്ഞാൽ ഈ കൊച്ചു പിള്ളേരെ അംഗനവാടി കൊണ്ടുവിടുന്ന അമ്മമാർക്കറിയാം എന്തെല്ലാം പറഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നു. അവിടുന്ന് ഊത്ത് മേടിച്ചു തരാം, അവിടുന്ന് ബലൂൺ മേടിച്ചു തരാം, മുട്ടായി മേടിച്ചു തരാം. മുട്ടായും എടുക്കും, ഊത്തും കൊടുക്കും, എല്ലാം കൊടുത്തിട്ട് അങ്ങോട്ട് അംഗൻവാടിയിലോട്ട് ചെന്ന് ഈ ആശാട്ടിയുടെ കയ്യിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ അവനവിടെ ഊതിക്കൊണ്ടിരിക്കുകയല്ല, ആശാട്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ അങ്ങോട്ട് പിടിച്ച് സ്തോത്രം. അപ്പൊ പുറത്തുനിന്ന് അകത്ത് വരാൻ ചില അടയാളങ്ങളൊക്കെ ചെയ്തു. അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ശുദ്ധീകരണമാ. സ്തോത്രം. ഒരുക്കിക്കൊണ്ട് പോകാനാ. എത്ര പേര് ഗ്രഹിച്ചെന്ന് എനിക്കറിയത്തില്ല. സിയോനിൽ കൊണ്ടുപോകാനുള്ള ഒരുക്കമാകത്ത് നടക്കുന്നത്. ഹല്ലേലൂയ. അതോ LKG ആയി UKG ആയി 1 ആയി 2 ആയി ആത്മീക വളർച്ച പ്രാപിക്കുന്ന ഒരു അനുഭവം. അതുകൊണ്ടാണ് നമ്മൾ പാടിയ മുട്ടോളമല്ല. ഞാനും പാടാറുണ്ട് ഇങ്ങനെ. പാദം വന്നു, മുട്ട് വന്നു, അരയോളം വെള്ളം വന്നു. പക്ഷെ പിന്നെ പഠിച്ചപ്പോഴാണ് മനസ്സിലായി, വെള്ളം ഇങ്ങോട്ട് കയറി വരുമല്ല, ദൈവത്തിന്റെ നദി വെള്ളം നിറഞ്ഞിരിക്കുന്നു. നാം അങ്ങോട്ടിറങ്ങുക. ഹലോ, അങ്ങോട്ടിറങ്ങുക. എന്നാ സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ പാപത്തിലേക്ക് ഇത് ജഡമാ കേട്ടോ. അത് സെൻട്രൽ പാസ് ആണെങ്കിലും ഓവർസിയർ ആണെങ്കിലും പ്രസ്ബിറ്റർ ആണെങ്കിലും എല്ലാം ഇത് ജഡമാ. സ്തോത്രം. ശ്രദ്ധിച്ചേ. പാപത്തിലേക്ക് ഏത് പാപവുമായിക്കോട്ടെ അടുക്കാതെ വണ്ണം ഭക്തനെ തടഞ്ഞു നിർത്തുന്നത് ഈ പരിശുദ്ധാത്മാവാ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? സ്തോത്രം. അപ്പോൾ ഈ നദിയിലോട്ട് നമ്മൾ ഇറങ്ങുക. ഇത് പാദം വരെയായി, പാദത്തിലായി. എനിക്ക് ആ പാപത്തിലേക്ക് നടന്നു പോകാൻ ഒരു പ്രയാസവും ഇല്ല. പാദം വരെ വെള്ളമുള്ളൂ, ഞാൻ നടന്നു പോകും. ഞാൻ ഇച്ചിലൂടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി, മുട്ടുവരെയായി. ഞാൻ മുമ്പേ അനായാസന നടന്നു പോലെ പല പട്ടത്തിലായി, കാലൊന്ന് പൊക്കി വെക്കണം. സ്തോത്രം. അല്ല, പിന്നെ അരവരെയായി, അല്പം ബലം കൊടുത്ത് അങ്ങോട്ട് പോകണം. പക്ഷേ സ്തോത്രം, എൻ്റെ ഒപ്പം ഈ വെള്ളമായി. എനിക്കൊരിക്കലും അനായാസന ഈ പാപത്തിലോട്ട് അടുക്കാൻ പറ്റത്തില്ല. ഞാൻ നടന്ന് അല്പമായി ഈ പാപത്തിലേക്ക് അടുക്കാൻ തുടങ്ങും തോറും ഈ ശക്തമായ ഒരു ഹല്ലേലൂയ സമ്മർദ്ദം എന്നെ ഇങ്ങനെ പുറകോട്ട് തള്ളും. പോകണ്ട. ഇതിന്റെ പേരാ പരിശുദ്ധി ആത്മാവ്. ഇതെങ്ങനെ പ്രാപിക്കണം? നീ ആഴങ്ങളിലേക്ക് ഇറങ്ങണം, ഈ നദിയിലേക്ക് ഇറങ്ങണം. ദൈവത്തിന്റെ നദി വെള്ളം നിറഞ്ഞു കിടപ്പുണ്ട്. നീ ഇറങ്ങ്, പാദം വരെയല്ല. ഹല്ലേലൂയ. വലിയൊരു ആത്മ സാന്നിധ്യത്തിന്റെ പേര് ക്രിസ്തു എന്ന തലയോളം. സ്തോത്രം. വളർച്ച പ്രാപിക്കുന്ന ഒരു അഭിഷേകം. സ്തോത്രം. അപ്പൊ ദൈവം സംരക്ഷണ ചെയ്യുന്ന ദൈവജനത്തോട് പറയാം, ദൈവം തന്റെ ജനത്തിന്. ഏത് ജനമായത്? സ്തോത്രം. നമ്മൾ പറയും 25 വർഷം മുമ്പാണ് ഞാനായത്, 10 വർഷം മുമ്പാണ് ഞാനായത്, 5 വർഷം മുമ്പ്. ഇത് തന്നെ പൗലോസും പറഞ്ഞു. ദമസ്കോസിന്റെ പടിവാതുക്ക വെച്ച് ഒരു പിടി വീണ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സാക്ഷ്യം, ദമസ്കോസിന്റെ പടിവാതുക്ക വെച്ച് എന്നെ പിടിച്ചു. സ്തോത്രം. പിന്നെ പ്രാർത്ഥനാമുറി കയറിയിരുന്ന ആത്മീയത്തിൽ ഒരു ശുഷ്കാന്തി അങ്ങോട്ട് പ്രാപിച്ച് പ്രാർത്ഥനാ ജീവിതം കൂടിയപ്പോൾ പിന്നെ പറഞ്ഞ അമ്മയുടെ ഉദരത്തിൽ വെച്ച് അടുത്ത സാക്ഷി അങ്ങനെ ആയിരുന്നു. കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വല്ല അമ്മയുടെ ഉദരത്തുമല്ല, ആഴത്തി ദർശനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ വിളിച്ചു പറയുകയാണ്, ഉലകസ്ഥാപനത്തിന് മുമ്പ് എന്നെ കണ്ട ദൈവം. ഞാൻ രാവിലെ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുന്നവന്റെ അഡ്രസ് എവിടെ ഉണ്ട് പറഞ്ഞേ? സ്വർഗത്തിലുണ്ട്. കാർഡടിച്ച് എല്ലാവർക്കും കൊടുക്കണോ? അടുത്ത വർഷത്തെ മീറ്റിങ്ങിന് എന്നെ ഒന്ന് വിളിക്കണേന്ന്. സ്വതന്ത്രാ നാണം കെട്ട പണിക്കൊന്നും അഭിഷേകമുള്ളവൻ പോകേണ്ട കാര്യമില്ല. സ്തോത്രം. നേർവീതിയിൽ യൂദയുടെ വീട്ടിൽ ശൗലിരുന്ന് പ്രാർത്ഥിക്കുന്ന അനന്യാസി അങ്ങോട്ട് ചെല്ല്. സ്തോത്രം.
കടപ്പുറത്ത് തോൽക്കൊല്ലനായി ശീമോന്റെ വീട്ടിൽ പത്രോസിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കൊർന്നല്യോസേ, ആളിനെ വിട്ട് വിളിപ്പിക്കുക. പ്രാർത്ഥിക്കുന്നവന്റെ അഡ്രസ്സ് സ്വർഗത്തിലുണ്ട്. കഴിഞ്ഞ 40 ദിവസം പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നോട് സംസാരിച്ച ഒരു കാര്യം, ഏതെല്ലാം വാതിലടഞ്ഞാലും, എൻ്റെ സഹോദരന്മാരെ, എൻ്റെ സഹോദരിമാരെ, ഏതെല്ലാം വാതിലടഞ്ഞാലും പ്രാർത്ഥനയുടെ വാതിൽ അടയരുത്. ഇന്ന് പന്തൽ വിട്ട് പോകുമ്പോൾ ഈ ഒരു തീരുമാനത്തോടെ പോണം. ഏത് വാതിലടഞ്ഞാലും, ഓ ദാനിയേലേ, ശത്രുവിന് ഒറ്റ താല്പര്യമേ ഉള്ളൂ. സ്തോത്രം. ഏത് വാതിൽ നിന്റെ മുമ്പിൽ തുറന്നു കിടന്നാലും അവന് വിരോധമില്ല. പക്ഷെ ഈ പ്രാർത്ഥനയുടെ വാതിലുണ്ടല്ലോ, അതങ്ങ് അടച്ചാൽ മതി. ഈ ഒരൊറ്റ കുറ്റമേ ഉള്ളൂ നിനക്കെതിരെ. പക്ഷെ ദാനിയേൽ വിളിച്ചു പറയാ, ഏതെല്ലാം വാതിലടഞ്ഞാലും ഈ വാതിൽ ഒരിക്കലും അടയത്തില്ല. അങ്ങനെയെങ്കിൽ വീണ്ടെടുപ്പിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ ദൈവവേദലേ, പ്രാർത്ഥനയുടെ വാതിൽ അടയല്ലേ, പതിവ് തെറ്റല്ലേ. അയ്യോ, എത്ര പേര് ആത്മാവിന്റെ അകത്തേക്ക് അത് കയറി. ദാനിയേലേ, പ്രാർത്ഥിക്കുന്ന ദാനിയേലേ, നീ പതിവ് തെറ്റിക്കാതിരുന്ന സിംഹം പതിവ് തെറ്റിച്ചോളും. എത്ര പേര് ഗ്രഹിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. എത്ര വിരോധമായ രേഖ നിനക്കെതിരെ വന്നാലും നിന്റെ പതിവ് നീ തെറ്റിക്കാതിരുന്നാൽ, ഹല്ലേലൂയ, സിംഹം പതിവ് തെറ്റിക്കും. രാജാക്കന്മാർ യേശുവിനെ അറിയും. നിന്റെ പതിവ് തെറ്റ പതിവ് തെറ്റരുത്, പതിവ് തെറ്റരുത്, പതിവ് തെറ്റരുത്. ഏത് വാതിലടഞ്ഞാലോ പ്രാർത്ഥനയുടെ വാതിലടയരുത്. ഏത് വാതിലടഞ്ഞാലോ ഏതെല്ലാം വാതിലടഞ്ഞാലും പതിവ് തെറ്റിക്കാതെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സിംഹത്തിന്റെ വായ അടയ്ക്കുന്ന ദൈവം ഒറ്റ കാര്യം ചെയ്താൽ മതി. ഞാനും നിങ്ങളും പതിവ് തെറ്റിക്കാതിരുന്ന സിംഹം പതിവ് അങ്ങ് തെറ്റിച്ചോളും. ഇന്ന് ഞാൻ ഉപവാസമാണ്. രാജാക്കന്മാരുടെ നിയമത്തെ പോലും സർവശക്തൻ മാറ്റി എഴുതുമെങ്കിൽ വിശ്വസിക്കേ. ഇതൊന്നും കണ്ടുകൊണ്ടൊരു വീണ്ടെടുപ്പിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ ദൈവത്തിൽ ഭാരപ്പെടണ്ട. സ്തോത്രം. 2 സങ്കീർത്തനം 1-ാമത് വാക്യം, ജാതികൾ വായിച്ചോ, കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് എന്നാ. പോകട്ടെ, അല്ലെങ്കിൽ നമുക്ക് എന്നോ സൗണ്ടാ. പിള്ളേരുടെ നേരെ ഒന്ന് അലർന്ന കേൾക്കണം അമ്മമ്മ. യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും, യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേറ്റു. അധിപതികൾ തമ്മിൽ എന്താ ആലോചിക്കുന്നത്? ആർക്കെതിരെ? മനസ്സിലാക്കി വായിക്കുക. ആർക്കെതിരെ? യഹോവയ്ക്കും അഭിഷേകമുള്ളവർക്കെതിരെ, ആരാധിക്കുന്നവർക്കെതിരെ, പ്രാർത്ഥിക്കുന്നവർക്കെതിരെ. അധിപതിമാര് കൂടി ആലോചിക്കുക, എന്നാ നാം അവരുടെ കെട്ടുകളെ. ഏത് കെട്ട്? ഏത് കെട്ട്? നമ്മളെപ്പോഴും പറയുന്ന ആ കെട്ടല്ല. ആ കെട്ട് വേറെ, ഈ കെട്ട് വേറെ. യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ, അധിപതികൾ ആലോചിക്കുക, നാം ഇവരുടെ കെട്ട് പൊട്ടിക്കണം. ഏത് കെട്ട്? ദൈവം നമുക്ക് ചുറ്റും ഒന്ന് കെട്ടിയിട്ടുണ്ട്. സ്തോത്രം. നമുക്ക് ചുറ്റും ഒന്ന് ദൈവം കെട്ടിയിട്ടുണ്ട്. ഈ കെട്ടിനെ പൊളിക്കണമെന്ന് നടക്കുവോ? ഒന്ന് പറയുന്നേ നിങ്ങള്. നടക്കത്തില്ല. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അയ്യോ, ലോകത്തിന് അതേയുള്ള ആഗ്രഹം, പിശാചിന് അതേയുള്ള ആഗ്രഹം. അതുകൊണ്ടാണ് അയ്യോബിന്റെ കാര്യം സാത്താൻ വന്ന് തമ്പുരാന്റെ അടുക്ക പറഞ്ഞത്, നീ വേലി പൊളിക്കുക, ഞാൻ വിശ്വാസം പൊളിക്കാം. ഈ വേലി പൊളിഞ്ഞ വിശ്വാസം പൊളിക്കാൻ എളുപ്പമാണ്. പക്ഷെ തമ്പുരാൻ അറിയാം, ഞാൻ ഈ വേലി പൊളിച്ചാലും നിനക്ക് അവന്റെ വിശ്വാസത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് യോബിനെ അറിയാം. പക്ഷെ പത്രോസിനെ കുറിച്ച് പറഞ്ഞു. പലവട്ടം സാത്താൻ വന്ന് തോണ്ടി ചോദിച്ചു, ഒന്ന് തരാവോ, ഒന്ന് തരാവോ ഇവനെ ഇങ്ങോട്ട്. ആരെയാ? പത്രോസിനെ. ഒന്ന് തരാവോ? എന്തിനാ? ഒന്ന് പാറ്റിക്കോട്ടെ, ഒന്ന് പാറ്റിക്കോട്ടെ. എത്ര പ്രാവശ്യം വന്ന് തോണ്ടി ചോദിച്ചെന്നറിയോ? പക്ഷെ തമ്പുരാൻ പറഞ്ഞു, എനിക്കറിയാം നിന്റെ വിശ്വാസം പോയിപ്പോ, കൊടുത്തില്ല ഞാൻ. സ്തോത്രം. പക്ഷെ ഇയ്യോബിന്റെ വേലി പൊളിച്ചാലും അവൻ ആരാണെന്നുള്ള ആദ്യമേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളും ആരാന്ന് തമ്പുരാൻ അറിയാം. ഹല്ലേലൂയ. വേലി പൊളിച്ചാലും വിശ്വാസത്തെ പൊളിക്കാൻ പറ്റത്തില്ലെന്നറിയാം. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ചുറ്റും ഒരു വേലിയുണ്ട്. നമ്മുടെ വീടിന് ചുറ്റും, സഭയ്ക്ക് ചുറ്റും. ഇവര് പറഞ്ഞ ഈ കെട്ടിനെ നമുക്ക് എന്ത് ചെയ്യണം? ഏത് കെട്ട്?
ഈ വേലി എന്ന കെട്ട്, വിശ്വാസം എന്ന കെട്ട്, ഐക്യത എന്ന കെട്ട്, ദൈവജനത്തിന്റെ സ്നേഹമെന്ന കെട്ട്, ഏകാഗ്രത എന്ന കെട്ട്, സഭ എന്ന കെട്ട്, ഇതിനെ പൊളിക്കണമെന്ന് നടക്കുകയല്ല. സ്തോത്രം. ഈ കെട്ടിനെ പൊളിക്കാൻ കഴിയുമോ? നിങ്ങൾ വിചാരിക്കുന്നത് അത് എന്തോ കെട്ടാന്ന്. അതൊരു കെട്ടാ, തമ്പുരാൻ കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 40 ദിവസം പർവ്വതത്തിന്റെ മുകളിലേക്ക് ദൈവമായി സംഭാഷണത്തിന് പോയ മോശ, സ്തോത്രം, ദൈവം താൻ തന്നെ എഴുതിയ കൽപ്പലകളും കൊണ്ട്, കൈകൊണ്ടെഴുതിയ കൽപ്പലകുമായിട്ട് സന്തോഷത്തോടുകൂടി തേജസ്സേറിയ പ്രഭ, നോക്കിക്കേ സ്തോത്രം, സൂര്യനെ വെല്ലുന്ന പ്രഭയോടുകൂടി ഇവനിങ്ങോട്ട് ഇറങ്ങി വരികയാ. ഇറങ്ങി വന്ന് താഴ്വരയിലോട്ട് നോക്കിയപ്പോൾ ജനത്തെ കെട്ടഴിഞ്ഞവരായി കണ്ടു. എന്താ കെട്ടിയിട്ടിട്ടാണോ പോയേ? ഹലോ, പർവ്വതത്തിന്റെ മുകളിലോട്ട് മോശ പോയപ്പോൾ കെട്ടിയിട്ടിട്ടാണോ പോയേ? പിന്നെ ആ പ്രമാണമെന്ന കെട്ട്, ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുതെന്നുള്ള പ്രമാണത്തിന്റെ കെട്ട് പൊട്ടിച്ചു. ഇപ്പൊ ഭൂമിയിലെ അധിപതികളും രാജാക്കന്മാരും ആലോചിക്കുന്നത് പ്രമാണം എന്ന കെട്ടിനെ പൊട്ടിക്കണം, ഐക്യത എന്ന കെട്ടിനെ പൊട്ടിക്കണം. അല്ലെ, വിശ്വാസി നിന്റെ വിശ്വാസം എന്ന കെട്ടിനെ പൊട്ടിക്കുവാൻ ആലോചിക്കുമ്പോൾ സർവശക്തൻ വിളിച്ചു വന്ന്, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുക, നടക്കത്തില്ല, നടക്കത്തില്ല. ഞാൻ കെട്ടിയ വേലിയെ പൊളിക്കാൻ, ഞാൻ വെച്ച് അതിര് കടക്കാൻ ഒരുത്തനും കഴിയില്ല. അങ്ങനെ വിശ്വസിച്ചോ? സ്തോത്രം. നമുക്ക് ചുറ്റും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും, വീടിന് ചുറ്റും ഒക്കെ ഒരു വേലിയുണ്ട്. ഒട്ടിക്കാൻ ഒരു ശക്തിക്കും വ്യക്തിക്കും കഴിയില്ല. തമ്പുരാനാ കെട്ടിയത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവം തന്നെ ജനത്തിന് പറഞ്ഞാട്ടെ ശക്തി തരും. ശക്തി. സ്തോത്രം. ദൈവം തന്നെ ജനത്തിന്, ഏത് ജനം? 74 സങ്കീർത്തനത്തിനകത്ത് പറയുന്നു 2-ാം വാക്യത്തിൽ, പണ്ടേ സമ്പാദിച്ചവർ. അപ്പൊ ഈ ജനം ഏതാ? 25 വർഷമാണോ? 10 വർഷമാണോ? 5 വർഷമാണോ? അല്ല, പിന്നെ പണ്ടേ സമ്പാദിച്ചവരാ ഇവിടെ ഇരിക്കുന്നത്. ഓ, യൗവന രക്തം ഊറ്റി വിലയ്ക്ക് വാങ്ങിയവരാ ഇരിക്കുന്നത്. വില കൊടുത്ത് വാങ്ങിച്ച, ചുമ്മാതെ കയറി വന്നതല്ല, എങ്ങാണ്ടൊന്ന് വലിഞ്ഞു കയറി വന്നതല്ല, കളറ് നോക്കി അല്ല തെരഞ്ഞെടുത്തത്. മസിൽ പിടിച്ചിരിക്കണ്ട. ഞാൻ രാവിലെ പറഞ്ഞ പോലെ എന്നാ കണ്ടോണ്ട് പ്രശംസിപ്പാനാ? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കരത്തിന്റെ മഹത്വം എൻ്റെ മേൽ ഇറങ്ങുവാൻ ഒത്തിരി വില കൊടുക്കേണ്ടി വന്നു. ഉലക വൈദ്യന്മാർ ഉപേക്ഷിച്ചു. ആശ്രയ സ്ഥാനങ്ങൾ മുഴുവൻ അറ്റുപോയി. ഒറ്റ വാക്കിൽ പറയാം, മനുഷ്യനിർമ്മിതമായ ഒന്നിനും മനുഷ്യർക്കും എന്നെ രക്ഷിക്കാൻ കഴിയാതെ, സ്തോത്രം, 18 കിലോ പോലും തികച്ചില്ലാത്തൊരു അസ്ഥിപഞ്ജരമായ ഉലകം ഉപേക്ഷിച്ച് ഭവനത്തിന്റെ ഉൾമുറിയിൽ ആർക്കും വേണ്ടാതെ, ഈ ഷെയ്പ്പൊന്നുമല്ലായിരുന്നു, മുടിയെല്ലാം കൊഴിഞ്ഞ്, പിരികമെല്ലാം കൊഴിഞ്ഞ്, വായൊരു വശത്തേക്ക് കോടി, സംസാരശേഷി നഷ്ടപ്പെട്ട്, വലചെവിടെ കേൾവി നഷ്ടപ്പെട്ട്, കയ്യും കാലും തളർന്ന്, ശരീര അവയവങ്ങൾ അഴുകി, ആഭരണങ്ങളോ ഡ്രസ്സോ ധരിക്കാൻ വയ്യാതെ, 18 കിലോ പോലും തികച്ചില്ലാത്ത അസ്ഥിപഞ്ജരമായി, ജാതകത്തിൽ ആ പ്രായം വരെ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ മരണത്തെ മുഖാമുഖം കണ്ട് ഭവനത്തിനകത്ത് കിടക്കുമ്പോൾ തലയ്ക്ക് കൈവച്ചോണ്ട് എൻ്റെ അമ്മ പറഞ്ഞു, ഭഗവാനെ, ഇതിൻ്റെ ജീവനെ അങ്ങ് എടുക്കണേ, ഈ വേദന കാണാൻ എനിക്കും വയ്യ. എന്നാൽ ഇന്ന് പറയുന്നു, യേശുവേ, നീ അവളെ കരങ്ങളിൽ എടുത്തതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാ. ഏത് നാവ് കൊണ്ട് പറഞ്ഞു, അതേ നാവ് കൊണ്ട് തിരുത്തി പറയുന്ന ആത്മാവിന്റെ ശക്തി ഇറങ്ങിയാൽ, നീ നിന്ദിക്കപ്പെട്ടെടുത്ത്, നീ തകർന്നു പോയെടുത്ത്, നീ ഇല്ലായ്മയായി പോയെടുത്ത്, യഹോവയുടെ മഹത്വം നിന്റെ മേൽ ഇറങ്ങി വരും. സ്തോത്രം. ശക്തി തരും. അതുകൊണ്ടാ ഇതൊക്കെ പ്രാഗൽഭ്യത്തോടെ പറയണം. പൗലോസിന് ഒരിക്കലും ഒരാഗ്രഹമുണ്ടായിരുന്നു, എനിക്ക് റോം ഒന്ന് കാണണം. ഉള്ളത്തിലൊരാഗ്രഹം, എനിക്ക് റോം ഒന്ന്. 19-ാം വാക്യത്തിലുണ്ട് പ്രവൃത്തികൾ. സ്തോത്രം. 21-ാം അധ്യായത്തിൽ തമ്പുരാൻ പറഞ്ഞു, റോം കാണുമല്ലോ, റോമിൽ നിന്നെ എൻ്റെ സാക്ഷിയാക്കുക. ഉടനെ കൊണ്ട് 40 ബലശാലികൾ എഴുന്നേറ്റു. ഞങ്ങൾ ഇനി തിന്നുകയോ കുടിക്കുകയോ ചെയ്യണമെങ്കിൽ ഇവന്റെ തല കൊയ്യണം. അവിടെ പ്രശ്നം. എവിടെ വാഗ്ദത്തമുള്ളവനോട് വെല്ലുവിളിയ. അതെന്നല്ല പറഞ്ഞേ, മോശ ഇത്രയും ജനത്തെ രക്ഷിക്കാൻ ജനിക്കുന്നവനാണ്. തമ്പുരാൻ അറിയുന്നത് പോലെ സാത്താനും അറിയാം. അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തോട്ട് വന്നപ്പോഴേ സൂതികർമ്മിണികളെ വിട്ട് ഞെക്കി കൊല്ലാൻ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ മുക്കി കൊല്ലാൻ നോക്കി. സ്തോത്രം. അതുപോലെ സ്വർഗരാജ്യത്തിന്റെ താക്കോല് കൈ കൊടുത്ത, നീ ഇവിടെ കെട്ടിക്കോ, ഞാൻ അവിടെ കെട്ടിക്കോളാം, നീ ഇവിടെ അഴിച്ചോ, ഞാൻ അവിടെ അഴിച്ചോളാം എന്ന് പറഞ്ഞാൽ
പാത്രോസിനെ 4 ചേവകരുള്ള 4 കൂട്ടത്തിന് നടുവിൽ പിടിച്ചിട്ടു. നാളെ രാവിലെ ഇവൻ്റെയും തലയെടുക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ എവിടെ നോക്കിയോ? വാഗ്ദത്തമുള്ളവനെ, ദൈവം തെരഞ്ഞെടുത്തതിനെ, ശുശ്രൂഷയുള്ളതിനെ ഏതു വിധത്തിലും നശിപ്പിച്ചു കളവാൻ. അതുകൊണ്ടാ യേശു യാത്ര ചെയ്ത പടകിൻ്റെ കൂടെ മറ്റൊത്തിരി പടകുണ്ടായിരുന്നു. ഒരു പടകിലും ഒരു പ്രശ്നവുമില്ല. കാറ്റും തിരമാലയെല്ലാം അടിച്ചത് യേശുപ്പച്ചനുള്ള പടകിലാ. സ്വത്രഹല്ല നിലവിളി ഉയർന്ന അതിൽ നിന്ന് ആടി ഉലഞ്ഞത് ആ പടക. മറ്റ് ചെറുപടകളൊക്കെ കൂടെ ഉണ്ടോ? ഒന്നിനുമില്ലാത്ത പ്രശ്നം യേശു ഉള്ള പടകിന്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അല്ല ശത്രുവിനറിയാം, മറഞ്ഞു നിന്ന് പൊരുതുന്ന ഈ കാറ്റിനറിയാം, ഈ പടക് അക്കരെ ചെയ്താൽ അവിടെ അക്കരെ ചെന്നാൽ ഒരുത്തൻ രക്ഷപ്പെടും. ഒരുത്തൻ രക്ഷപ്പെട്ട ദെക്കപ്പൊലി അർത്ഥം 10 പട്ടണങ്ങൾ ഒറ്റ ഒരുത്തൻ സുവിശേഷീകരിക്കുക. നിന്നിലൊരു ശുശ്രൂഷയുണ്ടെങ്കിൽ, നിന്നിലൊരു അഭിഷേകമുണ്ടെങ്കിൽ, സഹോദരങ്ങൾക്ക് അറിയത്തില്ല. യോസഫേ, നിന്റെ മേലുള്ള അഭിഷേകം കൂടെ പിറന്നവർക്കും അപ്പനും അമ്മയ്ക്കും അറിയത്തില്ല. ഓ ദാവീദേ, നിന്റെ മേലുള്ള അഭിഷേകം അപ്പനും അറിയില്ല, അമ്മയ്ക്കും അറിയില്ല, പക്ഷേ ശത്രുവിന് അറിയാം. Praise the Lord. സ്തോത്രം. എന്നാ സംഭവിച്ചത്? സ്തോത്രം. പൗലോസിന്റെ മേലെ ഈ ഒരു അഭിഷേകം വിളി ഉള്ളത് കൊണ്ട് സ്തോത്രം. 40 ബലശാൽ ഞങ്ങൾ കഴിക്കുക കുടിക്കുക ചെയ്യണം, ഇവന്റെ തലയെടുക്കണം. സ്തോത്രം. അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുക. പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ പറഞ്ഞു, റോമിൽ എൻ്റെ സാക്ഷിയാക്കും. സ്തോത്രം. 27-ാം അധ്യായത്തിൽ റോമിലോട്ട് അടിമക്കപ്പലിൽ പോകും. നിങ്ങൾ നോക്കി, കപ്പലുകളുടെ ഉടമ പോവുക അടിമക്കപ്പലിൽ. സ്തോത്രം. ഒത്തിരി പ്രശ്നം ഉണ്ടായി അതിനകത്ത്. മണിക്കൂറുകൾ നിന്നാലും തീരാത്ത, പറഞ്ഞാലും പ്രസംഗിച്ചാലും തീരാത്ത വിഷയങ്ങൾ. ചരക്ക് നഷ്ടപ്പെട്ടാലും, പട കുടഞ്ഞു പോയാലും പ്രാണന് ഹാനി വരാൻ അനുവദിക്കാത്ത ദൈവം. ഈ ഭക്തന് എവിടെ പോയാലും പ്രത്യാശയുടെ മറുപടി ഉണ്ട്. എന്തു നഷ്ടപ്പെട്ടാലും അവൻ്റെ അകത്തെ വിശ്വാസം പോകത്തില്ല. ഒന്ന് ആമേൻ പറഞ്ഞേ. പോകത്തില്ലെന്ന് എത്ര പേർക്ക് ചങ്കുറപ്പോടെ പറയാൻ കഴിയും? അല്ലാതെ വിട്ടിട്ട് പോയതിനെയൊക്കെ പിന്നിട്ട് തോളെ വെക്കുന്നതാണോ വിശ്വാസി എന്ന പേര്? സ്തോത്രം. അല്ല, പടകൊടയട്ടെ, പലകയിൽ പിടിച്ചാലും രക്ഷപ്പെടും. വിശ്വസിക്കാൻ തയ്യാറാകെ. കപ്പലിന്റെ ഉടമ അടിമക്കപ്പലിൽ പലകയിൽ പിടിച്ച് രക്ഷപ്പെട്ടു. റോമിൽ നിന്നെ സാക്ഷിയാക്കാമെന്ന് സർവശക്തൻ പറഞ്ഞെങ്കിൽ അതിന് വിരോധമായി ഏതെല്ലാം വ്യക്തികളും ശക്തികളും എഴുന്നേറ്റാലും ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് ഒരിക്കലും ഒരു മാറ്റമില്ല. കരമുയർത്തി ആമേൻ പറ. അത് നിങ്ങളിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാ സംഭവിച്ചത്? ധൈര്യത്തോടെ ഇവൻ തലേരാത്രി വിളിച്ചു പറയാ, എന്റെ ഉടയവൻ. ശക്തി പ്രാപിച്ചവനെ പറയാൻ പറ്റൂ. ദൈവം തന്റെ ജനത്തിന് ശക്തി കൊടുക്കും. പട കുടഞ്ഞാലും ശക്തി കിട്ടും. ഹല്ലേലൂയ. ചരക്ക് പോയാലും ശക്തി പോകത്തില്ലെന്ന് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പട കാടി ഉലഞ്ഞോട്ടെ, അല്ലേലേ, പലകകൾ ചിതറിപ്പോയാലും അകത്തിരിക്കുന്ന ശക്തി ക്ഷയിക്കത്തില്ല. തലേ രാത്രിയിലും മുട്ടുമടക്കി അല്ലെ ചിതറിപ്പോകുന്ന പടകിനകത്ത് പ്രാർത്ഥിക്കുക. എന്നിട്ട് ധൈര്യത്തോടെ കപ്പൽ ഉടമയോട് മാലിമിയോട് വിളിച്ചു പറഞ്ഞു, എന്റെ ഉടയവന് ഞാൻ സേവിച്ചു വരുന്ന എന്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എന്റെ അടുക്കൽ. എത്ര സന്തോഷം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എന്റെ ഉടയവൻ. ദാവീദ് പറഞ്ഞു കേട്ടോ, ഞാൻ എൻ്റെ കണ്ണ് മാത്രം ഉയർത്തിയാൽ മതിയോ? 25-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സുയർത്തും. 77-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ ശബ്ദമുയർത്തും. 63-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ കരമുയർത്തും. നോക്കിക്കേ, മനസ്സുയർത്തി, ശബ്ദമുയർത്തി, കണ്ണുയർത്തി, കരമുയർത്തി. ധൈര്യത്തോടെ പറയാ, എൻ്റെ സഹായം ആകാശത്തെയും അവൻ ഉത്തരമുണ്ട്. ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരം. എവിടെ നിന്ന് സഹായം വരും? കണ്ണുയർത്തിയ സഹായം, കരമുയർത്തിയ സഹായം, ശബ്ദമുയർത്തിയ സഹായം, മനസ്സുയർത്തിയ പറയാ, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിന്നിട്ട പാതകളെ നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും വേഗസരത്തി പറയാൻ കഴിയും, എബനേസർ. മിടുക്കാണോ വന്നേ? ഇത്രത്തോളം യഹോവ ഞങ്ങളെ. ഇനി എന്തായി തീരും ഭാവി? 2020, 21, 25 നിങ്ങളുടെ വിശ്വാസം എങ്ങനാകും? ഭാവിയെ നോക്കി പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയാം, യഹോവ ഈരേ. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നോക്ക, കപ്പലിന്റെ ഉടമസ്ഥൻ പലകയിൽ പിടിച്ച് രക്ഷപ്പെട്ടു. ഇപ്പൊ അകപ്പെട്ട ദ്വീപിന്റെ പേര് അമ്മയേക്കാൾ കരുണയുള്ളവർ. എന്നാ കരുണയാ വരുന്ന കയറുന്നുണ്ടെ കാണിക്കുന്നത്. അവരന്നേരം എടുത്ത് താഴെ ഇടും കേട്ടോ. സ്തോത്രം.
അവരൊരു തീ കൂട്ടിയിട്ടുണ്ട്. എന്തിനായി തീയ? എന്തിനാ? അതിശൈത്യത്തിൽ നിന്ന് വന്നവരായി ഇവർക്ക് കൊടുക്കാൻ തീ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയാം, ബർബരനിട്ട തീക്കകത്തൊന്നും പൗലോസിന്റെ ചൂലല്ലേ തണുപ്പ് മാറുകയല്ല. കാരണം ബർബര നീ ഇട്ട തീ ഇവിടെ തീ കത്തുമ്പോൾ തന്നെ അപ്പുറത്ത് അണലി മറഞ്ഞു കിടപ്പുണ്ട്. തീ ഒരു സൈഡിൽ കത്തുന്നുണ്ട്, അണലി അപ്പുറത്ത് കിടപ്പുണ്ട്. പക്ഷേ അതിശൈത്യത്തിൽ വന്നവൻ ഈ തീ പോരാന്ന് എത്ര പേര് ഗ്രഹിച്ചെന്ന് എനിക്കറിയത്തില്ല. 14 ദിനരാത്രങ്ങൾ സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ 14 ദിനരാത്രങ്ങൾ കടന്നുപോയി. ഇത്രയും പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് അവിടെയും പ്രാർത്ഥിച്ചു ജയമേറ്റെടുത്ത ഭക്തൻ, അല്ലെങ്കിൽ ഈ തീയൊന്നും അവന് പോരാ, ഈ ചൂട് അവന് പോരാ. അതുകൊണ്ട് ഇതിനകത്തേക്ക് വന്നവൻ വിറക് പെറുക്കാൻ തയ്യാറായി. കാരണം ബർബരൻ ഇട്ടുകൊടുത്ത തീയുടെ പ്രത്യേകത, അപ്പുറത്തു മാറി ചുരുണ്ട് കിടക്കുന്ന അണലിയുണ്ട്. ഏത് സമയത്തും ആക്രമിക്കുന്ന ശക്തി അല്ലെ വിറകിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. ചെറിയ തീ ഇവിടെ കത്തുന്നുണ്ട്. പക്ഷേ അതിശൈത്യത്തിൽ നിന്ന് വന്നവന്, അധികം പ്രതികൂലത്തിൽ നിന്ന് വന്നവന്, അധികം വില കൊടുത്ത് വന്നവൻ ഈ തീ പോരാ, അവൻ ഈ തീ പോരാ. അധികം കഷ്ടം അനുഭവിച്ചവൻ, അധികം വേദന അനുഭവിച്ചവൻ, അധികം പട്ടിണി കിടന്നവൻ, അധികം വില കൊടുത്ത് വന്നവൻ പറയാ, എനിക്കിത് പോരാ. ഇവിടെ മറഞ്ഞു കിടക്കുന്ന അന്ധകാര ശക്തിയെ തകർക്കണം ഇന്ന് രാത്രി. എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട്? നീ വിറക് പെറുക്കാൻ തയ്യാറാക, ആഴി വർദ്ധിപ്പിക്കാൻ തയ്യാറാക, തീയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ തയ്യാറാക. പ്രതികൂലമുണ്ട് മുന്നില്. വിറക് പെറുക്കുന്നവന്റെ കൈമേലാണല്ലോ ചുറ്റും. ആത്മാക്കളെ നേടുന്നവന് പ്രതികൂലമുണ്ട്. കാരണം സ്വർഗം പോലും കുനിഞ്ഞു നോക്കുന്ന ഒറ്റ കാര്യത്തേ ഉള്ളൂ, സുവിശേഷം അറിയിക്കുന്നവരെ. ഹലോ, സ്വോത്രം. സുവിശേഷം അറിയിക്കുന്നവരെ സ്വർഗം പോലും കുനിഞ്ഞു നോക്കുന്നു, ദൂതന്മാര് കുനിഞ്ഞു നോക്കുന്നു. ഒറ്റ ശുശ്രൂഷയ്ക്ക് നടക്കത്തുള്ളൂ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇത് പെറുക്കുന്നവന്റെ കൈമേലാണല്ലോ ചുറ്റും. കാരണം ഇരിക്കുന്നത് മറഞ്ഞിരിക്കുന്ന ചെറിയതൊന്നുമല്ല, വലിയ കൊടും വിഷമുള്ളതാ. തീ കത്തുന്നുണ്ടെങ്കിലും മറഞ്ഞിരിക്കുക. പക്ഷെ എന്തോ പ്രത്യേകത ഇവനെന്നറിയാമോ? അതിശൈത്യത്തിൽ നിന്ന് വന്നവൻ, അവൻ ഈ തീ പോരാ. അവൻ ചെന്ന് ഓരോ വിറകുകൾ പെറുക്കാൻ തുടങ്ങി. പെറുക്കിയ നിമിഷത്തിൽ തന്നെ കൈമേൽ അണല് ചുറ്റി. അസാധാരണ ദയ കാണിച്ചവരുടെ മുഖഭാവം അങ്ങ് മാറി. ഏത് കയ്യെ നോക്കി അവരിങ്ങനെ വിളിച്ചു പറഞ്ഞു, ആ കയ്യെ നോക്കി അവർ വിളിച്ചു പറഞ്ഞു. ഏത് അസാധാരണ ദയ കാണിച്ചോ അതേ വ്യക്തികൾ വിളിച്ചു പറയുക, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ വിട്ടിട്ടില്ല. സഹായിച്ചവർ തന്നെ, സ്നേഹിച്ചവർ തന്നെ, കൈത്താങ്ങൾ തന്നവർ തന്നെ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവരുടെ മുഖഭാവം അങ്ങ് മാറി. സ്വോത്രം. എന്നാ പറഞ്ഞേ? സ്തോത്രം. എന്നാ പറഞ്ഞേ? വീർക്കും, പെട്ടെന്ന് ആപത്ത് വരും, ചത്തു വീഴും. വളരെ ശ്രദ്ധിച്ചേ. ആ ജന്തുവിനെ ഏത് കയ്യെ നോക്കി, അവന്റെ കയ്യിലോട്ട് നോക്കിയിട്ടാ വെല്ലുവിളിച്ച്. അതേ കൈ കൊണ്ട് പുബ്ലിയോസ് എന്ന് പറയുന്ന ദ്വീപ് പ്രമാണിയുടെ അപ്പന്റെ ശിരസിലേക്ക് കൈയങ്ങ് വെച്ചു. നിന്ദകളുടെ നടുവില ശുശ്രൂഷ വെളിപ്പെടുന്ന, വെല്ലുവിളികളുടെ നടുവില ശുശ്രൂഷ വെളിപ്പെടുന്ന, പോരാട്ടങ്ങളുടെ നടുവില ശുശ്രൂഷ ഇതൊന്നും കണ്ട് ഭാരപ്പെടല്ലേ, ഇതൊന്നും കൊണ്ട് തളർന്നു പോകല്ലേ. വിറക് പെറുക്കിയിട്ടുണ്ടോ? വിറക് പെറുക്കാൻ താല്പര്യം ചെയ്തവനെ സംരക്ഷിക്കുന്ന ഒരു സർവ്വശക്തിയുള്ള ദൈവമുണ്ട്. നീ തീയുടെ ആഴം വർദ്ധിപ്പിച്ചാൽ മതി. അതിനകത്ത് ചിലത് ശക്തികൾ ക്ഷയിക്കും, അതിനകത്ത് ചില ശക്തികൾ കരിഞ്ഞു മാറും. ഹല്ലേലൂയ. തകർത്ത് കളയാൻ നോക്കിയത്, മുടിച്ചു കളയാൻ നോക്കിയത്, ഇല്ലായ്മയാക്കി കളയാൻ നോക്കിയത്, ജീവന് പോലും ഹാനി വരത്തക്ക രീതിയിൽ മറഞ്ഞു കിടന്ന ഈ തീക്കകത്ത് വെന്തുപോകും. ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാക. നീ ആ തീയുടെ ആഴം വർദ്ധിപ്പിക്കുക. ആ ജന്തുവിനെ അവൻ ആ തീക്കകത്തേക്ക് കുടഞ്ഞു കളഞ്ഞു. അതേ കരം കൊണ്ടൊരു ശുശ്രൂഷ ദ്വീപിലുള്ള സകല രോഗികളെയും കൊണ്ടുവന്നു. എല്ലായിടത്തും ഒരു വലിയ മിറക്കിൾ സംഭവിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കേ. സ്തോത്രം. വലിയ അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയം അതേ കരം കൊണ്ട് തന്നെ ചെയ്തു. ആ ദ്വീപിൽ ചെയ്തു. അടിമക്കപ്പലിൽ പോയവൻ രാജകീയ മുദ്രയുള്ള കപ്പലിൽ മടങ്ങി വന്നെങ്കിൽ 28-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, കൈസറുടെ മുമ്പിൽ അവനെ സാക്ഷിയാക്കി മാറ്റി, റോമിൽ അവനെ സാക്ഷിയാക്കി മാറ്റി. ഇന്ന് രാത്രി വിളിച്ചു പറയാൻ, ദൈവം തൻ്റെ ജനത്തിന് ശക്തി തരും. ഏതെല്ലാം പ്രതികൂലത്തിൽ പോയി കടന്നു പോകേണ്ടി വന്നാലും ശക്തി ക്ഷയിക്കുകയല്ല, പിന്നെയോ പറഞ്ഞേ ശക്തി വർദ്ധിക്കും. സ്തോത്രം. അപ്പൊ ദൈവം തന്റെ ജനത്തിന്, ഏത് ജനം? പണ്ടേ സമ്പാദിച്ച ജനം. ഏത് ജനം? ദൈവം വേലി കെട്ടി സൂക്ഷിക്കുന്ന ജനം. 29 സംഖ്യാപുസ്തകത്തിൽ
9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇതാ തനിച്ചു പാർക്കുന്ന ജനം. ഈ ജനത്തിന്റെ പ്രത്യേകത പറഞ്ഞേ. അപ്പൊ ദൈവം തന്റെ ജനത്തിന് ശക്തി തരും. ഏത് ജനം? പണ്ടേ സമ്പാദിച്ച ജനം. ഏത് ജനം? ദൈവം വേലി കെട്ടി സൂക്ഷിക്കുന്ന ജനം. സ്തോത്രം. ഇവിടെ നോക്ക, തനിച്ചു പാർക്കുന്ന ജനം. സ്തോത്രം. ശപിക്കാനാ വന്നത്. ഒരുത്തനും ശപിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം ശപിക്കാത്ത, ദൈവം പ്രാകാത്തവനെ ആര് പ്രാകും? അല്ലേ? ദൈവം ശപിക്കാത്തവനെ ആര് ശപിക്കും? കൂലി കൊടുത്തു കൊണ്ടുവന്നാലും ഹല്ലേലൂയ, ദൈവം തെരഞ്ഞെടുത്തതിനെ തകർക്കാൻ ഒരു ശക്തിക്കും വ്യക്തിക്കും കഴിയില്ല. കരമുയർത്തി ആമേൻ പറ. വിശ്വാസി അധൈര്യപ്പെട്ടു പോകല്ലേ. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ സാധ്യതകളെ നോക്കിയാണ് എല്ലാത്തിനും മാർഗിടുന്നത്. അങ്ങനെ ഇടരുത് കേട്ടോ. പടുത്തെയും ഒരിക്കൽ ഭക്തനോട് പറഞ്ഞു, കുഞ്ഞെ ഒരു 12 ഉണങ്ങിയ വടിയെടുത്തു, ഒറ്റ കെട്ടിനകത്താക്കിക്കൂ. ഒരു കെട്ടിനകത്ത് യഹോവയുടെ സന്നിധി കൊണ്ടുവച്ചു. സ്തോത്രം. മണ്ണുമായിട്ട് ബന്ധമില്ല, വെള്ളത്തിൻ്റെ ഗന്ധം പോലുമില്ല, ഏറ്റവും ഉണങ്ങിയതാ. തമ്പുരാൻ ഒറ്റ രാത്രി കൊണ്ട് തളിർക്കാൻ പോവാന്ന്. നടക്കുമോ? നടക്കുമോ? ഏറ്റവും ഉണങ്ങിയതാന്ന് ഓർത്തോണം. ഏറ്റവും ഉണങ്ങിയതാ, സാധ്യതകളേ ഇല്ല. ഞാൻ വൃക്ഷങ്ങളെക്കുറിച്ചൊരു പുസ്തകം ഇങ്ങനെ പഠിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഒരു ബദാം വൃക്ഷം പൂത്ത് ഫലം കായ്ക്കണമെങ്കിൽ 12 വർഷം എടുക്കണമെന്ന്. പക്ഷെ ഇവിടെ തമ്പുരാൻ പറഞ്ഞു, ഒട്ടും സമയമില്ല, ഒറ്റ രാത്രി അത്ത 12 മണിക്കൂർ. നടക്കുമോ? നടക്കുമോ? എന്ന് പറ. സംഭവിക്കും. നിങ്ങൾ നോക്കി, ഏറ്റവും ഉണങ്ങിയതാ, ഒറ്റ കെട്ടിനകത്താ, മണ്ണുമായി ബന്ധമില്ല, വെള്ളത്തിന്റെ ഗന്ധം പോലുമില്ല. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുത്ത് തളിർക്കുമെന്ന്. സ്വോത്രം, 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 സ്വോത്രം. എത്ര പേർക്ക് അതിന് ആമേൻ പറയാൻ കഴിയും? സാധ്യതകൾ നോക്കിയാൽ സംഭവിക്കത്തില്ല. സാധ്യതകൾ നോക്കിയ ഒരു തളിർപ്പുണ്ടാകത്തില്ല. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ഒരു തളിർക്കും, പൂക്കും, ബദാം ഫലം കായ്ക്കും. അതും ഒറ്റ രാത്രി 12 മണിക്കൂർ കൊണ്ട്. ശ്രദ്ധിക്കണമേ സഹോദരങ്ങളെ, ഒറ്റ രാത്രി കൊണ്ട് 12 മണിക്കൂർ കൊണ്ട് മണ്ണുമായി ബന്ധമില്ലാത്തത്, വെള്ളത്തിന്റെ ഗന്ധമില്ലാത്തത്, ഏറ്റവും ഉണങ്ങിയിരിക്കുന്നത്, ഒറ്റ കെട്ടിനകത്തിരിക്കുന്ന ഒരെണ്ണം തളിർത്തെങ്കിൽ ഇന്ന് രാത്രി പ്രത്യാശ കൈവിടാതെ ദൈവം വാഗ്ദത്തങ്ങളെയല്ല, വാഗ്ദത്തം ചെയ്തവനെ മുരുകെ പിടിച്ചുകൊണ്ട് പ്രത്യാശയിൽ നിലനിൽക്കുന്ന, വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ധൈര്യത്തോടെ നിൽക്കുന്ന എന്റെ കൂടപ്പിറപ്പുകളോട്, സഹോദരങ്ങളോട് ഞാൻ വിളിച്ചു പറയാം, ഹല്ലേലൂയ. സാഹചര്യം നോക്കിയ തളിർപ്പുണ്ടാകത്തില്ല. ലോകം ഒരുപക്ഷെ വിധി എഴുതും, ഇതിനകത്തൊരു തളിർപ്പുണ്ടാകത്തില്ല. തലമുറകളെ നോക്കി, കുടുംബത്തെ നോക്കി, കുടുംബജീവിതത്തെ നോക്കി, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ നോക്കി, അവരുടെ ഭാവിയെ നോക്കി ശത്രു പറയാ തളിർക്കത്തില്ല. മാതാപിതാക്കളോട് പറയും, ഇതിന്നൊരു ഫലം നീ അനുഭവിക്കത്തില്ല. ശുശ്രൂഷയെ നോക്കി പറയും, ഇവിടെ ഇത് വേല നിലനിൽക്കത്തില്ല, ഒരു ഫലം ഉണ്ടാകത്തില്ല, ഒരു ഫലം പുറപ്പെടുവിക്കത്തില്ല. സ്തോത്ര. സാഹചര്യം നോക്കിയാൽ അങ്ങനാണെങ്കിലും ഇന്ന് രാത്രി അതിൽ നിന്നൊരു ആത്മീക ദൂതി ഞാൻ വിളിച്ചു പറയാം. മണ്ണുമായി ബന്ധമില്ലെങ്കിലും, വെള്ളത്തിന്റെ ഗന്ധമില്ലെങ്കിലും തളിർക്കത്തില്ല, പൂക്കത്തില്ല, ഫലമുണ്ടാകത്തില്ല. ഒരുപക്ഷെ ശാരീരിക അനുഭവങ്ങളെ നോക്കിയായിരിക്കാം പിശാച് പറയുന്നത് ഇനി ഒരു ബലം ഉണ്ടാകത്തില്ലെന്ന്. ഇന്ന് രാത്രി വിളിച്ചു പറയാം, ആ സാധ്യതകളെ നീ നോക്കണ്ട. ഡോക്ടർ തന്ന ബയോപ്സി റിസൾട്ട് ഒരുപക്ഷെ പ്രതികൂലത്തിന്റെ ആയിരിക്കാം. നോക്കല്ലേ, സാധ്യതകളെ നോക്കല്ലേ. നീ വിശ്വാസിയാ, നീ ക്രിസ്തുവിന്റെ പൈതലാ. ഉയർത്തെഴുന്നേറ്റവന്റെ ശക്തിയാ നിന്നിൽ വ്യാപരിക്കപ്പെടുന്നത്. വിശ്വസിക്കാൻ തയ്യാറാക. നിന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാഭിഷേകത്തിന്റെ ശക്തി, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ശക്തി ആകയോ. സാഹചര്യങ്ങളെ നോക്കല്ലേ, സാഹചര്യങ്ങളെ നോക്കല്ലേ. ഒറ്റ രാത്രി കൊണ്ട് തളിർത്തു, പൂത്തു, ബദാം ഫലം കായ്ച്ചു. മണ്ണുമായി ബന്ധമില്ലെങ്കിലും, വെള്ളത്തിന്റെ ഗന്ധമില്ലെങ്കിൽ, ഇരിക്കുന്നത് യഹോവയുടെ സന്നിധിയിലാണോ, വിഷയം വെച്ചത് ദൈവസന്നിധിയിലാണോ, തമ്പുരാൻ പറഞ്ഞ് നിന്നെ അടയാളമാക്കി വെക്കും. വിശ്വസിക്കേ. ഞാൻ ഇന്ന് പകൽ പറഞ്ഞ പോലെ നെഹമ്യാവ് ദീർഘവർഷങ്ങളിരുന്ന് കരഞ്ഞു. കൊട്ടാരത്തിലായിരിപ്പ്, കരയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അകത്തൊരു ആത്മഭാരം, ഇടിഞ്ഞു കിടക്കുന്ന മതില്, വെന്ത് കിടക്കുന്ന വാതല്, ആത്മഭാരമുള്ളവന്റെ കണ്ണുനീര് സർവശക്തന്റെ സന്നിധി ചെന്നു. പക്ഷെ മറുപടി കിട്ടിയ വെറും 52 ദിവസം കൊണ്ടാ, ഒറ്റ രാത്രി കൊണ്ടാ കിട്ടിയത്. ഒറ്റ രാത്രി കൊണ്ടാ കിട്ടിയത്. ദീർഘവർഷങ്ങളായി കരയുന്ന ചില വിഷയത്തിന് മേൽ
ഇന്ന് പകൽ വിളിച്ചു പറയാം, ദീർഘവർഷങ്ങളായി കരയുന്ന ചില വിഷയങ്ങൾ, നാളുകളായി കരയുന്ന വിഷയത്തിന്മേൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ചിലരോട് വിളിച്ചു പറയുന്നു. അത് തലമുറകളുടെ വിഷയമാകാം, കുടുംബത്തിന്റെ വിഷയമാകാം, ശുശ്രൂഷയുടെ വിഷയമാകാം, അല്ല ശാരീരിക അനുഭവങ്ങളായിരിക്കാം. വർഷങ്ങളായി കരയുന്നതിന്റെ മറുപടി വെറും 52 ദിവസം കൊണ്ട് എന്ന് വെച്ചാൽ 2 മാസം തികയുന്നതിന് മുമ്പ് ദൈവം ഭക്തന്റെ കരത്തിലൂടെ സാധിപ്പിച്ചെങ്കിൽ ഇന്ന് പകൽ ആ ദൂതേറ്റെടുത്ത് ആമേൻ പറ. സെഖരിയാവിന് വിശ്വസിക്കാൻ പറ്റാത്ത കൊണ്ടാ വായും പൂട്ടി 4 ചുവരിനകത്ത് പോയിരുന്നേ. പക്ഷെ മറിയോടെ പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും, ആ നിമിഷം ഇതാ ഞാൻ കർത്താവിന്റെ ദാസിയെന്ന്. സെക്കൻഡുകൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നടന്നു. ഒരുത്തം വായും പൂട്ടി 6 മാസം കൊണ്ട് പാരമ്പര്യം പറയുന്നതിന് അവിടെ പോയിരിക്കുമ്പോൾ അകത്ത് ക്രിസ്തു ജനിച്ചവൾ അടങ്ങിയിരിക്കുവോ? ഒറ്റ ഓട്ടം ആ മലനാട്ടിലേക്ക്, ഒറ്റ ഓട്ടം ആ മലനാട്ടിലേക്ക്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ശക്തി വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ തൽക്ഷണം വ്യാപരിക്കപ്പെടും. ദൂത് കേൾക്കുമ്പോൾ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കണം. അടുത്തിരിക്കുന്നവർ പറഞ്ഞ പറ്റില്ല, ആദരം തുറന്ന് പറഞ്ഞോണം, ആദരം തുറന്ന് പറഞ്ഞോണം. വിശ്വസിക്കുന്നവർ അങ്ങനെ സംഭവിക്കും. സ്തോത്രം. ശക്തി ലഭിച്ചവർ അടങ്ങിയിരിക്കുന്നു. തനിച്ചു പാർക്കുന്ന ജനമായത് ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഏതു ജനം? സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം എടുത്താട്ടെ, അവിടെയും എഴുതിയിട്ടുണ്ട് സ്തോത്രം ഈ ജനത്തെ കുറിച്ച്. ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 12-ാമത് വാക്യം വന്നു. 32-ാമത് വാക്യം, 32-ാം വാക്യം. ഈ ജനത്തിന്റെ പ്രത്യേകത, എങ്കിലും ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവത്തെ അറിയുന്നതിന്റെ പ്രത്യേകത കണ്ടോ? കുലുങ്ങി പോകുന്നതിനല്ല, ആടി പോകുന്നവനല്ല, വിറച്ചു പോകുന്നവനല്ല, വീണു പോയവനെ നോക്കി അങ്ങോട്ട് പോകുന്നവനല്ല, ആ വാർത്തയെ നോക്കി ഈ വാർത്തയെ നോക്കി പോകുന്നവനല്ല. പിന്നെയോ ദൈവത്തിന് വേണ്ടി ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ അന്ത്യകാല ലക്ഷണമെന്നാ മനസ്സിലാക്കി ഉറച്ചു നിന്ന് ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഏലിയാവ് എടുക്കപ്പെട്ടപ്പോ ഒരു പുതപ്പ് താഴെ വീണു. കാത്തിരുന്ന ഏലീശ ഓടിപ്പോയി എടുത്ത് എത്ര കാലം കൊണ്ട് പുറകെ നടന്ന് കിട്ടിയാന്നറിയോ? എത്ര കാലം കൊണ്ട് പുറകിൽ നടന്ന് കിട്ടിയാന്നറിയോ? എവിടെല്ലാം വെച്ച് ഏലിയ പറഞ്ഞു, എരിഹോ വെച്ച്, ഗിൽഗാൽ വെച്ച്, ബേതേൽ വെച്ച്, കുഞ്ഞെ ഇവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്, നിന്നാണ് നിന്റെ ജീവനാണ്, നിന്നെ ഞാൻ വിടത്തില്ല, എനിക്ക് വേണം ശക്തി. കൂടെ നിന്നവരെല്ലാം പറഞ്ഞു, എവിടെ പോവാ, ഇവിടെ നിൽക്കുക, നിങ്ങൾ മിണ്ടാതിരിക്കുക. അങ്ങനെ കാത്തിരുന്ന് പ്രാപിച്ചതാ. ഇത് ഓടിച്ചെന്ന് എടുത്തു, പുറകോട്ട് നോക്കിയില്ല, വലത്തും ഇടത്തും ഒന്നും നോക്കിയില്ല. ഏലിയാവ് പോയി. അവനൊരു കാര്യം ഉറപ്പാ, ദൈവം എടുത്തവനെ എത്തിക്കേണ്ട സ്ഥലത്ത് ദൈവം എത്തിച്ചോളും. നിങ്ങൾ വീട്ടിൽ പോയി ആ ഭാഗം കൂടെ ഒന്ന് ധ്യാനിക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്, അവിടെ ഉണ്ടായിരുന്നു 50 ബലശാലികൾ. അവർ വന്നിട്ട് ഏലീശയോടെ വന്നിട്ട് പറയാം, നമ്മുടെ യജമാനനെ ദൈവം വന്നങ്ങ് എടുത്തുകൊണ്ട് പോയി, ഇനി ഏതെങ്കിലും മലയിലോ താഴ്വരയിലോ കൊണ്ടിട്ടോ നമുക്കൊന്ന് പോയി നോക്കാവുന്നു. ഇതേ ബൈബിൾ കോളേജിൽ പഠിച്ചവരാ, അന്നത്തെ ബൈബിൾ കോളേജാ അത്. സ്തോത്രം. ഇവരുടെ കൂടെ തന്നെ പഠിച്ചവരാ. പക്ഷെ നോക്കിക്കേ, യജമാനെ എടുത്തിട്ടുണ്ട്, പക്ഷെ എവിടെയെങ്കിലും കൊണ്ടിടുവന്ന്. ദൈവം ഉയർത്തിയവന് വീട് എടുത്തെറിയാനല്ല ഉയർത്തിയത്. ദൈവം ഉയർത്തിയവനെ എത്തിക്കേണ്ട സ്ഥലത്ത് ദൈവം എത്തിച്ചോളും. നീ പ്രാപിച്ച ആ ശുശ്രൂഷയുണ്ടല്ലോ, നിന്റെ മുമ്പിൽ ഇരിക്കുന്ന യോർദാനെ വിഭാഗിക്കുന്ന അഭിഷേകമാം. അവര് വീണോ ഇവര് വീണോ എന്ന് നോക്കാൻ പോകല്ലേ. നമ്മുടെ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഇതെന്നെയും നിങ്ങളെയും ദൈവം ഏൽപ്പിച്ചിട്ടില്ല. ഇതൊന്നും നമ്മുടെ ശുശ്രൂഷയല്ല. എനിക്കും നിങ്ങൾക്കുമുള്ളത് ഇരട്ടി പ്രാപിച്ച്, കാത്തിരുന്ന് പ്രാപിച്ച്, ഹല്ലേലൂയ ഹല്ലേലൂയ ആഗ്രഹിച്ച് പ്രാപിച്ചത് ദൈവത്തിന് വേണ്ടി ശക്തിയോടെ നിൽപ്പാൻ. ദൈവത്തിന്റെ ജനം എന്തോ ചെയ്യും? ഉറച്ചു നിന്ന് ഇതിനാ വിളിച്ചത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നത് എന്താണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. അപ്പൊ ശക്തി എവിടുന്നാ കിട്ടുന്നേ? പറഞ്ഞാട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എങ്ങും പഠിപ്പിക്കത്തില്ല. സകല സത്യത്തിലും വഴി നടത്തുന്ന ഇതാ. പണ്ടൊക്കെ കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്നു. സ്തോത്രം. ഇന്നാ നേരം കൊണ്ട് സീരിയൽ കാണും. സ്തോത്രം. പ്രിയമുള്ളവരെ, സത്യം പറഞ്ഞ ഒരു ശിഷ്യത്വം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഇത് പ്രാപിക്കാത്ത കൊണ്ട് ഈ പുതിയ ശിഷ്യന്മാരരുതെന്ന, നമുക്ക് ശിഷ്യത്വം വേണം. സ്തോത്രം. പിതാക്കന്മാർ, സ്തോത്രം, കല്ലുമല കുഞ്ഞുമൻ ഷായന, എം ഇ ചാക്കോ സാർ, NC ചാക്കോ സാർ, ഇവരൊക്കെ പറഞ്ഞു തന്നു ഒത്തിരി. അന്ന് ഉൽപ്പത്തി ഏതാ വെളിപ്പാട് ഏതാന്ന് അറിയത്തില്ലെങ്കിലും അവരുടെയൊക്കെ ജീവിതവും അവരുടെയൊക്കെ പ്രസംഗവും
എല്ലാം ഒരുപോലായിരുന്നു. ആമേൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യത്തിലൊക്കെ എൻ്റെ വിവാഹം നടത്തി തരികയും, സ്തോത്രം, എന്നെ ബൈബിൾ കോളേജ് പഠിപ്പിച്ച കല്ലുമലപ്പച്ചൻ എപ്പോഴും എന്നോട് പറയും, മോനെ, മടങ്ങിയ മുഴങ്കാലും നിറഞ്ഞ കണ്ണും തകർന്ന ഹൃദയവും മലർന്ന കൈകളും നിന്റെ ജീവിതത്തിലുണ്ടോ, ഉലകത്തിൽ ഒരു ശക്തിക്ക് നിന്നെ തകർക്കാൻ കഴിയും. എന്തൊക്കെയാ? മടങ്ങിയ മുഴങ്കാല്, നിറഞ്ഞ കണ്ണ്, തകർന്ന ഹൃദയം, സ്തോത്രം, അല്ലെ മലർന്ന കൈകൾ. ഒരു പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആര് സപ്പോർട്ട് വേണ്ട. ഒരു ദൂതൂടെ ഞാൻ പറയാം, ആരും ആത്മീയത്തെ വളർത്തത്തില്ല കേട്ടോ. ആരും എന്ത് ചെയ്യത്തില്ല? വളർത്തത്തില്ല, തളർത്തത്തേ ഉള്ളൂ. ആരാധിക്കുന്നവനെ കാണുമ്പോൾ കിളിവാതിൽ കൂടെ പരിഹസിക്കുന്നവരേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്നവനെ കാണുമ്പോൾ നിന്ദിക്കുന്നവരേ ഉള്ളൂ. പക്ഷെ അവന് പറയാനുണ്ട്, എൻ്റെ തെരഞ്ഞെടുപ്പോർത്താൽ യോഗ്യതയില്ലാതെ വനാന്തരങ്ങളിൽ കിടന്നതാ, അപ്പനും അമ്മയും ഉപേക്ഷിച്ചതാ, ആർക്കും വേണ്ടാത്ത എന്നെ ദാവീദ് വിളിച്ചു പറയുകയാണ്, ഓ, അഭിഷേകം ചെയ്ത ഈ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഇതിലും നീചനായിട്ട് തോന്നിയാൽ എൻ്റെ ദൈവത്തിന്റെ പേട്ടകത്തിന്റെ മുമ്പിൽ എനിക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയയില്ലെന്ന്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കണമേ, തന്റെ ജനം ഉറച്ചെന്ന്. അപ്പൊ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? പറഞ്ഞേ, വേഗത്തിൽ ശക്തി വരും. ശക്തി വന്നാൽ പിന്നെ എന്ത് ചെയ്യരുത്? ഞാനല്ല പറഞ്ഞു, അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ശക്തി വന്നു കഴിഞ്ഞാ യഹൂദയിലും കസേരയിട്ട് ഇരിക്കാനല്ല പറഞ്ഞത്, യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം. പറഞ്ഞേ, ശക്തി ലഭിച്ച പൗലോസ് കസേരയിട്ട്, എനിക്ക് ശക്തി ലഭിച്ചത് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് എന്നെ തൊട്ടായിരുന്നു, കസേരയിട്ടിരുന്നോ? ഒടുവിൽ പറഞ്ഞു, ഞാൻ നല്ല ഓട്ടം തികച്ചു, സ്തോത്രം, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം. അപ്പൊ ശക്തി ലഭിച്ചവൻ ഓട്ടമുണ്ട്. ശക്തി ലഭിച്ചവൻ കുത്തിയിരിക്കാനല്ല ലഭിച്ചത്. ശക്തി ലഭിച്ചവൻ വായും പൂട്ടി ഇരിക്കരുത്. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, നയമാന്റെ വീട്ടിലെ വേലക്കാരി പെങ്കൊച്ചാണെങ്കിലും കരിക്കലം മെടക്കിയാണെങ്കിലും അകത്ത് സുവിശേഷത്തിന് ഒരു വിത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. യജമാനന് പോയി തലേ കൈവച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുക്കാൻ കേൾപ്പില്ലെങ്കിലും യജമാനത്തിയോട് പോയി പറഞ്ഞ് യജമാനന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രായേലിലെ ദൈവപുരുഷന്റെ അടുക്കലോട്ടൊന്ന് പോന്ന് പറയാൻ ഏത് ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്നവനാണെങ്കിലും ഏത് താഴേക്കിടയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും സുവിശേഷത്തിന്റെ ശക്തി, ഓ ജീസസ്, ഹല്ലേലൂയ. ഈ ദൗത്യം ഏൽപ്പിക്കാത്തവന്റെ ഉള്ളിൽ ഒന്നും ക്രിസ്തുവില്ല. ഈ ദൗത്യം ചെയ്യാത്ത ഓരോരുത്തരുടെ ഉള്ളിൽ ദൈവസാന്നിധ്യമില്ല. കാരണം ശക്തി വന്നാൽ അടങ്ങിയിരിക്കത്തില്ല. പക്ഷെ ഇവർക്ക് ശക്തി വന്നു. ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടാം. ഇവർക്ക് ശക്തി വന്നു. ആർക്ക്? കാത്തിരുന്ന് ഇവർക്ക് പറഞ്ഞേ ശക്തി വന്നു. എന്നിട്ട് എന്നാ ചെയ്തേ? തുടർന്നുള്ള 6 അധ്യായം അങ്ങോട്ട് വായിക്കണം. 1-ാം അധ്യായത്തിൽ ശക്തി വരുമെന്ന് പറഞ്ഞു. 2-ാം അധ്യായത്തിൽ പറഞ്ഞേ ശക്തി വന്നു. തുടർന്നുള്ള അധ്യായങ്ങൾ അങ്ങോട്ട് ചില വർഷങ്ങൾ നിങ്ങൾ നോക്കിയേ. വിറ്റും പെറുക്കിയും തിന്നും കുടിച്ചും കൊട്ടിയും പാടി കൊടുത്തും വാങ്ങിച്ചും ഒക്കെ എവിടെ ഇരുന്നു? അകത്ത് തന്നെ ഇരുന്നു. ഇതിനകത്ത് തമ്പുരാൻ ഒരു ചെറിയ കലക്കം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ചിലതൊക്കെ നന്മയ്ക്കാണ്. ഉടനെ ഒരു 7 പേരെ തെരഞ്ഞെടുത്തു മേശമേൽ ശുശ്രൂഷിക്കാൻ. അതിൽ പ്രധാനികളാണ് സ്തേഫാനോസും പറഞ്ഞേ പീലിപ്പോസും. സ്തേഫാനോസ് ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ. ഏറു വന്നു. എറിഞ്ഞവനെ നോക്കിയില്ല, കല്ലിന്റെ വലിപ്പം നോക്കിയില്ല, എണ്ണം നോക്കിയില്ല, നോക്കേണ്ടവനെ നോക്കി പോകേണ്ടടുത്ത് പോയി. സ്തോത്രം. അടുത്ത ആളിന്റെ പേരാണ് ഫിലിപ്പോസ്. എന്തിനാ അപ്പോസ്തലന്മാർ തെരഞ്ഞെടുത്തെന്നറിയാമോ? വിറക് കീറാനും വെള്ളം കോരാനും പാത്രം കഴുകാനും ഒക്കെ മേശമേൽ ശുശ്രൂഷിക്കാൻ. പക്ഷെ തമ്പുരാൻ കണ്ടത് കൃപയും സത്യവും നിറഞ്ഞവരായി. മനുഷ്യൻ കാണുന്ന പോലെ അല്ല ദൈവം നമ്മളെ കാണുന്നത്. അത് കളർ നോക്കിയല്ല പകരുന്നത്, ജാതീയ പശ്ചാത്തലം നോക്കിയല്ല, അല്ല വിദ്യാഭ്യാസ യോഗ്യത നോക്കിയല്ല, കളർ നോക്കിയല്ല, ആരോഗ്യസ്ഥിതി നോക്കിയല്ല. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ഈ ശക്തി അങ്ങോട്ട് വ്യാപരിച്ചു കഴിയുമ്പോൾ അവൻ ആദരം തുറക്കുമ്പോൾ ആ സാധാരണ ദൈവ പ്രവൃത്തി. എന്നോടൊപ്പം ഇവിടെ വരാനിരുന്ന ഒരു മുസ്ലിം സഹോദരിയാണ്. സ്തോത്രം. ഞങ്ങളോടൊപ്പം മുസ്ലിം സഹോദരങ്ങൾ ഒത്തിരി പേരുണ്ട്. പാസ്റ്റർ നിരണത്തും കഴിഞ്ഞ 2 വർഷം പോയി പ്രസംഗിച്ചു. സ്തോത്രം. അവിടെ നിന്നൊരു മുസ്ലിം കുടുംബം ഞങ്ങളോടൊപ്പം വന്നു. സ്തോത്രം. അങ്ങനെ ഞാനും അവളും കൂടെ കഴിഞ്ഞ വർഷം ഇതേ സമയം പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ, സ്തോത്രം, ഞങ്ങളുടെ ദേശത്ത് സ്തോത്രം ഒരു മുസ്ലിം സഹോദരി റെജീന എന്നവിടെ പേര്. അവിടെ അത്ത മാനസികമായിട്ട് തകർന്നിട്ട് ഡിപ്രഷനായിരുന്നു. എപ്പോഴും മരിക്കണമെന്നുള്ള ചിന്ത. 6 മാസം മുമ്പ് ഫാനെ തൂങ്ങി മരിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ ഈ ബാധ ഈ കൊച്ചിനെ പിടിച്ചു.
2 കുഞ്ഞുങ്ങളുണ്ട്. ഭർത്താവ് KSEB വർക്ക് ചെയ്യുന്നു. സ്തോത്രം. പക്ഷെ ഒരു ഭ്രാന്തിയെ പോലെ തന്നെ വർത്താനം പറഞ്ഞുകൊണ്ട് റോഡിൽ കൂടെ പോകും. സ്തോത്രം. വല്ലാത്തൊരു അനുഭവം. സ്തോത്രം. അങ്ങനെ മാനസികമായിട്ട് തന്നു കുഞ്ഞുങ്ങളെ, ഭർത്താവിന്, വീട്ടുകാരെ ഒന്നും നോക്കത്തില്ല. മാനസികമായി തകർന്നു. ഒറ്റ കാര്യം അവൾ പറയത്തില്ല, എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം. പിശാചിന്റെ തന്ത്രം നോക്കാം. സ്തോത്രം. കുടുംബത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുക. പോകാത്ത ഇടങ്ങളില്ല. അവരുടെയൊക്കെ സാഹചര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അവരവരുടെ അവിടെയൊക്കെ ഒക്കാത്ത കൊണ്ട് അമ്പലങ്ങളിൽ വരെ പോയി, പള്ളികളിൽ പോയി, ഒരു രക്ഷയില്ല. മാനസികമായി തകർക്കപ്പെട്ട അവസ്ഥയിൽ ഭവനത്തിൽ ഇങ്ങനെ ഇരിക്കുക. അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഞങ്ങളുടെ ദേശത്ത്. ആ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഓർത്തഡോക്സിലുള്ള ഒരു അമ്മാമ്മയാണ്. ഒരിക്കൽ ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ അമ്മാമ്മ പറഞ്ഞു, രജനി ഒന്ന് കൊണ്ടുവരണേ. ഭർത്താവ് പറഞ്ഞു തീർച്ചയായിട്ടും കൊണ്ടുവരാം, ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുക. അങ്ങനെ അവരാ കടയിൽ ചെന്നു. കടയിലോട്ട് ചെന്നപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു, അമ്മാമ്മ ഇരിക്കുന്ന കസേരയിൽ അവൾ കയറി ഇങ്ങിരുന്നു. സ്തോത്രം. അമ്മാമ്മ പറഞ്ഞൊരു കാര്യം ചെയ്യും, എനിക്ക് നമ്മുടെ ഒരു സിസ്റ്ററെ അറിയാം, എന്നെ പോലൊരു സിസ്റ്റർ അടുക്കലൊന്ന് കൊണ്ടുപോവാ, അവിടെ ഒത്തിരി പേരുണ്ട് ഇങ്ങനെ സ്തോത്രം വിടുതൽ പ്രാപിച്ചു, ദൈവത്തെ അറിയാൻ എൻ്റെ മുഖാന്തരം അവിടെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. എന്നെ വളരെ ചിന്തിപ്പിച്ചിരിക്കും. ഇപ്പോഴും ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, അമ്മാമ്മ ഇന്ന് വരെ വന്നിട്ടില്ല. സ്തോത്രം. ചിലരിങ്ങനെ ചൂണ്ടുപലകയാ, ഇങ്ങനെ നിൽക്കും, നല്ല വഴുതുകൊണ്ട് അതിലേ പോയാൽ രക്ഷയുണ്ടെന്ന്. ആയുഷ്കാലത്ത് ഈ പലക ചലിക്കുകയല്ല ഇവിടെ നിന്ന്. സ്തോത്രം. സ്തോത്രം. എന്നാ സംഭവിച്ചെന്നറിയാമോ? ഇവളെ പറഞ്ഞു വിട്ടു. ഇവൾ അങ്ങോട്ട് വന്നിട്ട് വീട്ടിലോട്ട് കയറിയപ്പം എറണത്തൂന്ന് വന്ന മുസ്ലിം കൊച്ചു ഞാനും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് പിന്നെ ഭയങ്കര സ്നേഹമാണ്. ഇവളും ഒരു മുസ്ലിമാന്ന് കണ്ടപ്പോൾ മറ്റേ കൊച്ചനോട് പറയും, ആൻറ്റി ഇവളെ പ്രാർത്ഥിച്ച് വിടുതൽ കൊടുത്തല്ലാതെ നമുക്ക് വിടരുത്. സ്തോത്രം. അവർക്ക് നമ്മളെ പോലെ ഭയങ്കര സ്നേഹമാണ്. സ്തോത്രം. അങ്ങനെ ആ കൊച്ചു വന്നു. സ്തോത്രം. വെള്ളമൊക്കെ കൊടുത്തു. ഒടുവിൽ പ്രാർത്ഥനകൾ മുകളിലോട്ട് അങ്ങോട്ട് കയറി. അവിടെ ചെന്നപ്പോൾ ഇവിടെ ഭാവവും രൂപവും ഒക്കെ അങ്ങ് മാറി. സ്തോത്രം. എന്നോട് ആദ്യം താഴെ വെച്ച് മരിക്കണമെന്നാണ് പറഞ്ഞേ. സ്തോത്രം. അതിനുശേഷം മുകളിൽ വന്നപ്പോൾ ഞാൻ ലൂസിഫറാന്ന് പറഞ്ഞു തുടങ്ങി. സ്തോത്രം. ഞാൻ പറഞ്ഞത് ദൈവശക്തി ഇറങ്ങി വന്നാൽ പിന്നെ ഒരു ശക്തിക്കും അവിടെ സ്ഥാനമില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നു. അവളിൽ കുടിയിരുന്ന അന്ധകാര പൈശാചിക ശക്തികൾ അവളെ വിട്ട് മാറി. ഇന്ന് എന്നോടൊപ്പം ശുശ്രൂഷയ്ക്ക് അനേക ഇടങ്ങളിലേക്ക് അവൾ വരിക മാത്രമല്ല, അവൾ ബൈബിൾ കോളേജിൽ പഠിക്കുന്നുണ്ട്. മറ്റേ കുട്ടി മഹല്ലിൽ ഭർത്താവും എല്ലാം ബൈബിൾ കോളേജിൽ പഠിക്കാൻ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ദൈവശക്തി അകത്ത് പരിവർത്തിച്ചു കഴിഞ്ഞാൽ, ആത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നാൽ പിന്നൊരു അന്ധകാര ശക്തിക്ക് അവിടെ സ്ഥാനമില്ല. സ്തോത്രം. ഇവിടെ നോക്ക, ശക്തി വന്നു കഴിഞ്ഞാൽ ആള് മാറിയവരെ പോലെയാകും. ഫിലിപ്പോസിന്റെ പ്രത്യേകത, ഇവര് തിരഞ്ഞെടുത്ത് മേശമേശ സൂക്ഷിക്കാനാണെങ്കിലും എന്നിൽ നിറഞ്ഞ അഭിഷേകത്തെ കുറിച്ച് അവനൊരു ബോധ്യമുണ്ട്. എന്നാ സംഭവിച്ചെന്നറിയാമോ? 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ അവൻ ശമരിയയിലേക്ക് പോയി. ശമരിയ സങ്കരവർഗമാ. യഹൂദന്മാർക്ക് ശമരിയക്കാരുമായിട്ട് ഒരു സംസർഗവുമില്ല. പക്ഷെ ഒരു കാര്യം, ദൈവം ഏൽപ്പിച്ചത് എവിടെയും പോയി ചെയ്യുവാൻ ചങ്കുറപ്പുള്ളവൻ വേണം ശുശ്രൂഷയിൽ മുന്നോട്ട് വരാൻ. ഹല്ലേലൂയ. അവൻ പോയി അവിടെ ഒരു ദൈവിക പ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ദൈവിക ചലനം സംഭവിച്ചു. 14-ാം വാക്യം, ശമര്യക്കാർ ദൈവവചനം കൈക്കൊണ്ടെന്ന് അകത്തിരിക്കുന്ന മിടുക്കന്മാരറിഞ്ഞു. സ്തോത്രം. പത്രോസും യോഹന്നാനും ചാടി എഴുന്നേറ്റ് ശമര്യയിലേക്ക് പോകാൻ. ഈ യോഹന്നാൻ ആരാന്നറിയാമോ? പണ്ട് സ്തോത്രം, യേശുവിനോടൊക്കെ നടക്കുമ്പോൾ ഇവൻ എന്നാ പറഞ്ഞെന്നറിയാമോ? ശമരിയ നോക്കിയിട്ട് പറഞ്ഞു, യേശുവേ, ഈ ശമരിയ ജനത്തെ ഏലിയാവ് കൊണ്ട് ആകാശത്ത് തീ ഇറക്കി ദഹിപ്പിച്ച പോലെ ദഹിപ്പിച്ച് കളയട്ടെ എന്ന് യേശു എന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, നീ ഏതാത്മാവിനെയാ പ്രാപിച്ചേ? ഇപ്പൊ നോക്ക്, ശമരിയ നേടാൻ യോഹന്നാൻ പോവാ. 25-ാം വാക്യത്തിൽ ഫിലിപ്പോസിനോട് ദൈവം പറഞ്ഞു, കുഞ്ഞേ, ഗസയ്ക്കുള്ള ഏത് ദേശമാ? നിർജ്ജന പ്രദേശം. നിർജ്ജനം എന്ന് വെച്ചാൽ ജനവാസം ഇല്ലാത്തടത്തോട് പൊക്കോളാനും. സ്തോത്രം. ആര് പോകും? ഇന്ന് ശുശ്രൂഷയ്ക്ക് ഒരിടത്ത് പോകുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കുന്നത് റേഞ്ച് കിട്ടുന്നിടമാണോ? ഞാൻ വന്ന വീട്ടിൽ ഞാൻ 3-4 പ്രാവശ്യം പള്ളിയിൽ പോയി എന്ന് വിളിച്ചു. സ്തോത്രം. റേഞ്ച് കിട്ടുന്നിടമാണോ? ബാങ്കുണ്ടോ? സ്കൂളുണ്ടോ? ATM ഉണ്ടോ? എന്തായാലും ഒന്നും മിണ്ടാത്തെ. ഇതൊക്കെ തിരക്കിയിട്ടല്ലാതെ ഒരെണ്ണം പോവുകയല്ല. നിർജ്ജനം എന്ന് വെച്ചാൽ ജനവാസം ഇല്ലാത്തടത്തോട്ട് പൊക്കോളാൻ. ഒന്നും നോക്കിയില്ല. ദൈവമാണ് ശുശ്രൂഷ ഏൽപ്പിച്ചതെങ്കിൽ എവിടെ അയച്ചാലും ഓടിക്കോണം, എവിടെ പറഞ്ഞു വിട്ടാലും പൊക്കോണം. സ്തോത്രം. പോയി. ഈ സമയത്ത് കന്തക്കെ എന്ന ഐത്തോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ, മന്ത്രിയ, ആഫ്രിക്കക്കാരനാ. അവൻ യെരുശലേം ദേവാലയത്തിൽ പോയി ആരാധന കഴിഞ്ഞ് തിരിച്ചു വരികയാ. സ്തോത്രം. പള്ളിയിൽ പോയി യോഗം കഴിഞ്ഞ് തിരിച്ചു വരിക. തേരിലിരുന്നു കൊണ്ട് യെശയ്യാ പ്രവചന പുസ്തകം വായിക്കുന്നു. ഞാനത് വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. തമ്പുരാനെ, പള്ളിയിൽ പോയി ആരാധന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാറിലിരുന്നുകൊണ്ട് ബൈബിൾ വായിക്കുന്ന എത്ര പേരുണ്ട്?
ഹലോ, വീട്ടിൽ നിന്ന് വായിക്കത്തില്ല മര്യാദയ്ക്ക്. പിന്നെ ഞാൻ പറയാറുണ്ട്, ഈ മദ്യപാന്മാരാകുന്ന അച്ചായന്മാർ വീട്ടിലുണ്ടെങ്കിൽ അമ്മമ്മമാർ സ്വരൂപിച്ച് കിട്ടുന്ന പൈസ എവിടെ വെക്കുന്നതെന്ന് അറിയാമോ? കടുക് പാട്ടെ, ജീരകപ്പാട്ടെ, സകല പാട്ടെ, അരിപ്പാട്ടെ അച്ചായം കുത്തി തുറന്നാലും ആയുഷ്കാലത്ത് ആ മനുഷ്യന് ഇത് തുറക്കത്തില്ല. എല്ലാം ഇതിൽ വെച്ചാൽ മതി. സ്തോത്രം. ചിലയിടത്ത് എല്ലാം ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, പാൻ കാർഡ്, റേഷൻ കാർഡ്, സകല കാർഡും ഗ്യാസിൻ്റെ പേപ്പർ വരെ ഇതിനകത്താണ്. പിള്ളേർ പോലും എടുത്ത് തുറക്കത്തില്ല, അലമാരി പോലും ഇരിക്കുക. സ്തോത്രം. ഇവിടെ നോക്കിയേ, പള്ളി പോയി ആരാധന കഴിഞ്ഞ് തിരിച്ചു വന്നിരുന്നുകൊണ്ട് തേരിലിരുന്നുകൊണ്ട് പിന്നെ അങ്ങ് വായനയാ, ന്യായപ്രമാണം വായിക്കുക. സ്തോത്രം. തമ്പുരാൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, കുഞ്ഞെ തേരിനോട് ചേർന്ന് നടക്കുക. തേരിനോട് ചേർന്ന് നടന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, തേരിനോട് ചേർന്ന് നടന്ന ഫിലിപ്പോസ് അകത്തിരുന്ന് ഉറക്ക വായിക്കുന്ന. അല്ലെ, പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ചില അപ്പച്ചന്മാരൊക്കെ കടത്തിണ്ണേ വന്നിരുന്നുണ്ട്, പാസ്റ്റോടെ വരും, പത്രം വായിക്കും, ഉറക്ക വായിക്കും. പണ്ട് ഞങ്ങളുടെ അടുത്തൊരു അപ്പച്ചൻ വായിച്ചതാ, കൊല്ലത്ത് കടലക്കറി മണമല്ലായിരുന്നു, കടലാക്രമണമായിരുന്നു. സ്തോത്രം. അങ്ങനെ ഉറക്ക വായിക്കുന്നവരുണ്ട്. അപ്പൊ നോക്കിക്കേ, അവിടെ എഴുതിയിട്ടുണ്ട് ഉറക്ക വായിക്കുക. എന്നാ വായിക്കുന്നേ? ന്യായപ്രമാണ പുസ്തകം വായിക്കുക. എന്താ ഇതിൽ എഴുതിയിരിക്കുന്നത്? ദീർഘദർശിയായ യെശയ്യാവ് എൻ്റെ യേശു കർത്താവിനെ കുറിച്ച് നൂറ്റാണ്ടുകൾ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിരിക്കുന്ന കാര്യം, അറുപ്പാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവരെ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ എന്ന സ്വതന്ത്രം ക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യങ്ങളെ ന്യായപ്രമാണത്തിൽ നിന്ന് ഉറക്ക വായിക്കുക. വായിക്കുന്നത് വല്ലോ ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച ചോദ്യത്തിന് അവൻ കൊടുത്ത് മറുപടി കേൾക്കണോ? ഒരുവൻ പൊരുൾ തിരിച്ചു തരാനില്ലെങ്കിൽ അപ്പോൾ അവിടെ പോയിരുന്ന എന്തിനായിരുന്നു? ഹലോ, എവിടെ പോയിട്ടാ വന്നേ? ആ പള്ളിയിൽ പോയിട്ട് വന്നതാ, ഒന്നും കിട്ടിയില്ല. എന്നിട്ട് ഒരു വെളിവുമില്ലാത്തൊരു ചോദ്യം കൂടെ അവിടെ ചോദിക്കുന്നുണ്ട്. ഇത്രയും വായിച്ച് പഠിച്ചിട്ട് ചോദിക്കുക, ഇത് പ്രവാചകൻ ആരെക്കുറിച്ചാ പറയുന്നത്? തന്നെ കുറിച്ച് തന്നെയാണോ വേറൊരുത്തനെ കുറിച്ചാണോ എന്ന് ഇതുപോലും അറിയാൻ വയ്യാതെ കാലങ്ങൾ കൊണ്ട് അവിടെ പോയി കുത്തിയിരിക്കുക. പുസ്തകവും വായിക്കുന്നുണ്ട്, പോകുന്നുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ 18 വർഷം കൂനിയായ സ്ത്രീ പള്ളിക്കകത്തുണ്ടായിരുന്നു, കണ്ടോ? സ്തോത്രം. കൂനിയാണേലും പള്ളി പോവും. പള്ളി കാണത്തില്ല, പള്ളിക്കാരെ കാണത്തില്ല, കൂടെ വരുന്നവരെ കാണത്തില്ലല്ലോ, പള്ളി പോവും. 18 വർഷം ഭൂതവും പള്ളി പോകുന്നുണ്ട്. ഒറ്റ ഒരു മനുഷ്യൻ അറിഞ്ഞില്ല. 18 വർഷം പോയി. പക്ഷെ ആത്മാവകത്തുള്ളവൻ അന്ന് വന്നപ്പോൾ മറ്റാരെയും നോക്കാതെ ഇവളും അബ്രഹാമിന്റെ മകളാണ് എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ അവളെ സൗഖ്യമാക്കി. അപ്പൊ നോക്കിയ, പൊരുൾ തിരിച്ചു വരണമെങ്കിൽ ആര് വേണം? ശക്തിയുള്ളവൻ വേണം. ഒന്ന് പറ. ശക്തി പ്രാപിച്ചവന് മാത്രമേ പൊരുൾ തിരിക്കാൻ കഴിയത്തുള്ളൂ. അതിനാണ് ശക്തി പ്രാപിച്ചവൻ അടങ്ങിയിരിക്കരുതെന്ന് പറഞ്ഞത്. ഈ പന്തലിനകത്ത് നോക്കിയേ, ഇത്രയും പേരുണ്ട്, ശക്തി പ്രാപിച്ച് എന്തും മാത്രമുണ്ട്. എത്ര കൊല്ലം കൊണ്ട് മാറിയിരിക്കുക, എത്ര കൊല്ലം കൊണ്ട് മറഞ്ഞിരിക്കുക. ഇന്ന് രാത്രി 2020 തമ്പുരാൻ ചോദിക്കുന്നു, ഏലിയാവേ, കഴിച്ച അപ്പത്തിന്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും നടന്നു ഹോരേബിൽ പോയി മറഞ്ഞിരിക്കാനല്ല. നീ വാടിത്തളർന്ന് കിടന്നപ്പോൾ, നീ ക്ഷീണിച്ച് കിടന്നപ്പോൾ, നീ മറഞ്ഞു കിടന്നപ്പോൾ, ജീസസ് നിന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന അപ്പവും തുരുത്തിയിലെ വെള്ളം തന്നു നിന്നെ ബലപ്പെടുത്തിയത് നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം കേറിപ്പോയി നീ മറഞ്ഞിരിക്കേണ്ടവനല്ല. ദേശവ്യാപകമായി കുടിയിരിക്കുന്ന ഇസബേൽ എന്ന അന്ധകാര ശക്തിയെ തകർക്കാൻ ഒരു യേഹുവിനെ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് അഭിഷേകം ചെയ്തു കൊണ്ടുവരുവാൻ നിന്റെ മേലൊരു കൃപയുണ്ട്. ആ കൃപയുമായി നീ മറഞ്ഞിരിക്കല്ലേ. മറിയേ, വിശ്വാസത്തിൽ പ്രാപിച്ച ക്രിസ്തുവിനെ കൊണ്ട് ഇവിടെ ഇരിക്കാനല്ല, ചാടിയിറങ്ങി മലനാട്ടിലെ കോടി അവിടെ ചെന്ന് ചാർച്ചക്കാരി എലിസബത്തിനെ വന്ദനം ചൊല്ലിയപ്പോൾ അവിടെ ഉള്ളിൽ കിടന്ന പിള്ള തുള്ളിയെന്ന്. ഇറങ്ങി പുറപ്പെടാ, ദൈവത്തിന്റെ ചലനം ചിലടത്ത് സംഭവിക്കും. ഇന്ന് രാത്രി എത്ര പേരത് ഏറ്റെടുക്കുന്നുണ്ട്? സഹോദരന്മാരെ, തന്ന നല്ല യൗവനം നഷ്ടപ്പെടുത്തല്ലേ. നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. അകത്തോട്ടെടുത്ത് ശ്വാസം പുറത്തോട്ട് പോകാൻ കഴിപ്പില്ലാത്ത കെൽപ്പില്ലാത്ത നമുക്ക് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ കുഴിച്ചിടല്ലേ. നീ മറഞ്ഞിരിക്കല്ലേ. നിന്റെ മേൽ നിറയപ്പെട്ട് അഭിഷേകത്തിന്റെ ശക്തി ദൈവാത്മാവ് പകലും പറയുക, രാത്രിയും പറയുക, വേലയ്ക്ക് ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങ. മടിച്ചിരിക്കല്ലേ. പിന്മാറ്റ സ്വഭാവമുള്ള ചിലതിനകത്തുണ്ട്. ചോദ്യചിഹ്നങ്ങളുമായിട്ട് ഇരിക്കുക. സ്തോത്രം. പഴയതെല്ലാം വിട്,
പഴയതെല്ലാം കുഴിച്ചിട്. സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മോശയുടെ കൂടെ നിൽക്കുമ്പോൾ അഹരോൻ യഹോവ അത്ഭുതങ്ങളുടെ ദൈവം, ജനത്തിന്റെ കൂടെ വരുമ്പോ കാളക്കുട്ടി പുറത്തു. ആ സ്വഭാവം ഒരിക്കലും ഉണ്ടാകരുത്. നീ യേശുവിന്റെ പൈതലാണെങ്കിൽ, ശക്തി പ്രാപിച്ചവനാണെങ്കിൽ ദൈവത്തിന് വേണ്ടി മാത്രം നിൽക്ക്. പിന്മാറ്റത്തെ ചികിത്സിച്ച് സുഖമാക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രി ഒരു ശുദ്ധീകരണം പ്രാപിച്ചു വേണം നമുക്ക് പോകാൻ. ദൈവത്തെ കണ്ട് ദൈവത്തിന് വേണ്ടി നിന്ന് ആദരം തുറക്കും ആത്മചൈതന്യ ആത്മപകർച്ച ഇതിനകത്ത് വെളിപ്പെടട്ടെ. വലിയൊരു ദൈവപ്രവൃത്തി നമ്മുടെ മുനിയറ ബൈബിൾ കൺവെൻഷനിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതി ഈ 2020 കർത്താവേ എന്നിൽ പ്രാപിച്ച ദൈവിക ചലനവുമായി ഞാൻ മറഞ്ഞിരിക്കേണ്ടവനല്ല. ഒരു മറിയെ പോലെ മലനാട്ടിലെ കോടി അവിടെ ചെന്ന് ചാർച്ചക്കാരിയെ വന്ദനം ചെയ്തപ്പോൾ അവിടെ ഉള്ളിൽ പിള്ള തുള്ളിയെങ്കിൽ ആ കുഞ്ഞിന് പറയാനുണ്ട്, എൻ്റെ അപ്പനൊരു പുരോഹിതനാ, 6 മാസം കൊണ്ട് വായും പൂട്ടി 4 ചുവരിനകത്തിരിക്കുന്ന ഒരു അപ്പനാ എൻ്റെ അപ്പൻ. പക്ഷേ കർത്താവിന്റെ സാന്നിധ്യം അയ്യോ അടുത്തു വന്നപ്പോൾ എനിക്ക് ചലിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെയെങ്കിൽ നിന്റെ സാമീപ്യം ചിലതെ ചലിക്കുന്നതാക്കി മാറ്റും. വിശ്വസിക്കുന്ന രാമൻ പറ. സ്തോത്രം, സ്തോത്രം. സമയം മുന്നോട്ട് ഒത്തിരി പോയി. പ്രിയമുള്ളവരെ, എന്നാ സംഭവിച്ചെന്നറിയോ? അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ. സ്തോത്രം. പൊരുള് തിരിച്ച് ആരംഭം മുതൽ അവസാനം വരെ യേശു ആര്? സത്യം. ഈ പറഞ്ഞത് ആരെ കുറിച്ച്? പൊരുള് തിരിച്ച് പീലിപ്പോസ് എന്ന അഭിഷിക്തൻ, ദൈവം അയച്ചവൻ, മന്ത്രിയോട് വിവരിച്ചു പറഞ്ഞു. രക്ഷിക്കപ്പെടാൻ പറഞ്ഞില്ല, സ്നാനപ്പെടാൻ പറഞ്ഞില്ല, അഭിഷേകം പ്രാപിക്കാൻ പറഞ്ഞില്ല. യേശുവിനകത്ത് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ആ ഭിക്ഷക്കാരനായി ബർത്തിമായി അവിടെ നിന്നുകൊണ്ട് ഒരൊറ്റ വിളി വിളിച്ചു, ദാവീദ് പുത്ര, കാഴ്ച വേണമെന്നോ? കരുണയുണ്ടായാൽ എല്ലാം ഉണ്ട് അതിനകത്ത്. കരുണയുണ്ടായ കാഴ്ച ഉറപ്പാണ്. ഒതുക്കാൻ ഒത്തിരി പേര് നോക്കി, പുറത്തുള്ളവരാരുമല്ല യേശുവിൻ്റെ ഒപ്പം നടന്നൊരു മിണ്ടരുത് അടങ്ങ. പക്ഷെ അന്ധനാണേലും അന്തസ്സുള്ളവനായിരുന്നു. മിണ്ടരുതടാന്ന് പറഞ്ഞുകൊണ്ട് ഉറക്ക വിളിച്ചു, യേശുവേ. സത്യം തിരിച്ചവൻ അടങ്ങിയിരിക്കത്തില്ല. ദാവീദ് പുത്ര എന്ന് വിളിക്കാൻ കാരണം എന്നാണെന്നറിയാമോ? അന്ധനാണേലും ജഗടനല്ല. ഓർമ്മ വെച്ച നാൾ മുതൽ കേട്ടു വളർന്ന ന്യായപ്രമാണത്തിനൊരു കാതലായ സത്യമുണ്ട്. ഇശായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും. ദാവീദിന്റെ കുടുംബത്തിൽ ഒരുവൻ പിറക്കും, നസ്രയനായ യേശു എന്ന പേരിൽ അറിയപ്പെടും. അന്തർക്ക് കാഴ്ച കൊടുക്കുന്ന ഊമരെ സംസാരിക്കുമാറാക്കുന്ന ജഗടർക്ക് കേട്ടി കൊടുക്കുന്നവനാണ്. ന്യായപ്രമാണത്തിന് കാതലായ മാർമിക സത്യങ്ങൾ അന്തരാണെങ്കിലും ജഗടനല്ലാത്തവൻ കേട്ടത് ഹൃദയത്തിൽ. ഓ, ഈ വചനം നെറ്റിമേൽ പട്ടമായി വരട്ടെ. പട്ടം. സ്തോത്രം. തലമുറകൾക്ക് ഓരോ ദിവസവും കൊണ്ട് പറഞ്ഞു കൊടുക്ക. അപ്പനെ നടത്തിയ വിധങ്ങൾ, അമ്മയെ നടത്തിയ വിധങ്ങൾ, പിതാക്കന്മാരെ പാലിച്ച വിധങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്ക. പേരുകൊണ്ട് ക്രിസ്ത്യാനിയാകാതെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. സ്തോത്രം. എന്നെ അവിടെ കാണാൻ കഴിഞ്ഞത് ഇതെല്ലാം കൊണ്ട് പൊരുൾ തിരിച്ചു വന്നപ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തി. കൽപ്പന മന്ത്രിയുടെ തേര് നിന്നു. ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് നിനക്കെന്താ വിരോധം? കണ്ടോ, ഇതാ സുവിശേഷം. സ്തോത്രം. ഫിലിപ്പോസ് പറഞ്ഞു കേട്ടോ, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. അപ്പൊ സ്നാനം ആർക്കുള്ളതാണ്? ശിശുക്കൾക്കുള്ളതല്ല. സ്വോത്ര 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 സ്വോത്രം. ആർക്കുള്ളതല്ല? പിന്നെ ചോദിക്കും കുടുംബം എന്ന് പറഞ്ഞത്. അതങ്ങനെ പറയൂ. ഞങ്ങളുടെ വീട്ടിലെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഇലക്ഷൻ നിന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു കുടുംബമായിട്ട് വന്ന് വോട്ട് ചെയ്യണമെന്ന്. ഞങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെന്നപ്പോൾ എൻ്റെ കയ്യെ മഷി മുക്കി, എൻ്റെ ഭർത്താവിൻ്റെ കയ്യെ മഷി മുക്കി. 10 വയസ്സുള്ള കൊച്ച, 5 വയസ്സുള്ള കൊച്ച അങ്ങോട്ട് ചെന്നപ്പം എന്താ മുക്കാതെ? എന്താ മഷി കൊടുത്തോടാഞ്ഞേ? അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞ. ആ ചേട്ടൻ വിളിച്ചപ്പോൾ കുടുംബമായിട്ട് വരണമെന്നാ പറഞ്ഞേ. സ്തോത്രം. നടക്കുവോ? ഈയിടെ അതിൻ്റെ ഒരു പ്രായപൂർത്തിയുണ്ട്, ഇതിനൊരു പ്രമാണമുണ്ട്. സ്തോത്രം. എന്നാ സ്തോത്രം. വിശ്വസിക്കുന്നെങ്കിൽ, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമാകാം. ഞാനിങ്ങനെ ചിന്തിച്ചു, തമ്പുരാനെ മന്ത്രിയല്ലേ, കസേര അവിടെ ഇരിക്കുക, തേരിലിരിക്കുക, ഞാൻ അല്പം വെള്ളം കൊണ്ടുവന്ന ഇരുവരും വെള്ളത്തിലിറങ്ങി. വചനം അങ്ങനെ തന്നെ പഠിപ്പിക്കണം. സ്തോത്രം. വചനത്തിനകത്ത് മായം ചേർക്കരുത്. കഴിഞ്ഞ ദിവസം ഞാനൊരു പള്ളിയിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു, ഒരു പള്ളി ഗ്രൗണ്ടിൽ. എന്നിട്ട് അച്ഛൻ എനിക്കൊരു പേപ്പറിനകത്ത് എഴുതി തന്നു, സ്നാനം മാത്രം പറയണ്ടെന്ന്. സ്തോത്രം. നമ്മൾ മനുഷ്യരുടെ വേലക്കാരല്ലല്ലോ. സ്തോത്രം. ഞാനിങ്ങനെ ദയനീയമായിട്ട് അദ്ദേഹത്തെ ഒന്ന് നോക്കി. എൻ്റെ നോട്ടം കണ്ടിട്ടായിരിക്കും. പിന്നെ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ അദ്ദേഹം എഴുതി തന്നു, എന്തോ വേണേലും പറഞ്ഞോളാൻ. സ്തോത്രം. എല്ലാം കഴിഞ്ഞിട്ട്, നല്ല പ്രായമുള്ള അച്ഛനാണ്, എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ പോകാൻ നേരം അച്ഛൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറയാം,
ഞാൻ രാമേശ്വരത്ത് പോയി 32 വർഷം മുമ്പ് സ്നാനപ്പെട്ടതാന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ച, എന്നിട്ടാണ് ഈ ജനത്തെ എല്ലാം കള്ളം പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. ശമ്പളം പറ്റിക്കൊണ്ട് കള്ളം പഠിപ്പിക്കുകയാണോ? സ്തോത്രം, ഹല്ലേലൂയ. സത്യം പൊരുൾ തിരിച്ച് പഠിപ്പിക്കണം. ഇരുവരും വെള്ളത്തിലിറങ്ങി. പീലിപ്പോസ് അണ്ണനെ സ്നാനപ്പെടുത്തി. വചനം നിവർത്തീകരിച്ചോളൂ. ഇരുവരും വെള്ളത്തിൽ നിന്ന് കയറി. ആത്മാവ് വന്ന് പീലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി സ്നാനപ്പെടുത്തി. ഉപദേശിയെ കണ്ടില്ലെങ്കിലും വചനം നിവർത്തീകരിച്ചല്ലോ. ദീർഘവർഷങ്ങൾ പള്ളിയിൽ പോയവൻ, നാളുകളോളം ന്യായപ്രമാണം പഠിച്ചവൻ, വചനം നിവർത്തീകരിച്ചപ്പോൾ സന്തോഷത്തോടെ. ജീസസ്. ഇതാ ശുശ്രൂഷ എന്ന് പറയുന്നത്. ദൈവം അയക്കുന്നിടത്ത് ദൈവം അത് ഈ 2020 അഭിഷിക്തന്മാരെ കൊണ്ട് അത് ചെയ്യിക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. തുടർന്നുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ 10-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്ന കൊർന്നല്യോസിന്റെ അടുക്കലേക്ക് ദൂതൻ വന്നു. ജീസസ്. കണ്ണുകളെ അടയ്ക്കാം. 555 കാലാൾപ്പടയും 66 കുതിരപ്പട്ടാളവുമുള്ള റോമൻ സൈന്യത്തെയാണ് ഇത്താലിക്ക പട്ടാളം എന്ന് വിളിക്കുന്നത്. അതിനകത്ത് 100 പേരുടെ അധിപനാണിവൻ. പകൽ 9 മണി നേരം യഹൂദന്റെ സമയം, നമ്മുടെ ഉച്ചയ്ക്ക് ഏകദേശം 2-നും 3-നും ഇടയിലുള്ള സമയം. ഇവൻ ആരാ? എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ, ജനത്തിന് വളരെ ദാനധർമ്മം കൊടുക്കുന്നവൻ. പ്രാർത്ഥനാ മുറിയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ അവിടെ ഇറങ്ങി വന്നു. ദൂതൻ ഇറങ്ങി വന്നിട്ട്, കൊർന്നല്യോസേ, ഭയപ്പെടണ്ട. ജീസസ്. ദൈവത്തിന്റെ ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ജീസസ്. നീ ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിലെത്തി. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്നവന്റെ മുറിയിലിറങ്ങി വന്ന് ശക്തി പകർന്ന ദൈവം ധൈര്യപ്പെടുത്തിയ ദൈവം പറയാ, കുഞ്ഞെ, കഴിച്ച പ്രാർത്ഥനയും കൊടുത്ത ധർമ്മവും സ്വർഗത്തിലെത്തി. ആരുടെ? സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ. ജീസസ്. ഹല്ലേലൂയ. ജനത്തിന് വളരെ ദാനധർമ്മം കൊടുക്കുന്നവൻ. ശ്രദ്ധിക്കണമേ. സ്തോത്രം. ഇവന്റെ മുറിയിൽ വന്നിട്ട് ദൂതൻ പറയുക, കഴിച്ച പ്രാർത്ഥനയും കൊടുത്ത ധർമ്മവും സ്വർഗത്തിലെത്തി. പക്ഷെ നീ അങ്ങ് എത്തണമെങ്കിൽ, ഹലോ, ഇവൻ അങ്ങ് എത്തണമെങ്കിൽ കടപ്പുറത്ത് തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പത്രോസ് ഉപദേശിയുണ്ട് പ്രസംഗം കേൾക്കാൻ. സ്തോത്രം. നീ കൊടുക്കുന്ന പ്രാർത്ഥന, കഴിക്കുന്ന പ്രാർത്ഥന സ്വർഗത്തിലെത്തും, കൊടുക്കുന്ന ദാനധർമ്മ സ്വർഗത്തിലെത്തും. പക്ഷെ കുഞ്ഞ്, നീ അങ്ങ് എത്തണമെങ്കിൽ ഇവിടെ ചില വചനങ്ങളുടെ നിവർത്തീകരിക്കേണ്ടതുണ്ട്. അതാർക്ക് ചെയ്യാൻ പറ്റും? അല്ലെ, പ്രാർത്ഥിക്കുന്ന പത്രോസുമാർ ദേശത്തുണ്ട്, അല്ലെ വെളിപ്പാട് പ്രാപിച്ചവരുണ്ട്, ശക്തിപ്പെട്ടവനുണ്ട്. അല്ലേ, പ്രാർത്ഥനാ മുറിയിൽ വെൺമാടത്തിൽ കരയുന്ന പ്രാർത്ഥിക്കുന്ന പത്രോസിനെ നീ വിളിക്കേ. നീ കഴിച്ച പ്രാർത്ഥനയും കൊടുത്ത ധർമ്മവും സ്വർഗത്തിലെത്തിയാ പോരാ കുഞ്ഞേ, നീയും അവിടെ എത്തണം. 3 പേരെ വിട്ടു. വെൺമാടത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന പത്രോസിനും ദുപ്പട്ടി പോലെ 4 കോണം കെട്ടിയ പാത്രം ഇറക്കി കാണിച്ചു. സകല ജീവജന്തുക്കളും അതിനകത്തുണ്ട്. അറുത്തു തിന്നെ. നികൃഷ്ടമായത് മലിനമായത് ഞാൻ ഭക്ഷിക്കില്ല. ഞാൻ വിശുദ്ധീകരിച്ചല്ലേ നികൃഷ്ടമെന്ന് നീ പറയരുത്. 3 പേർ വാതുക്ക നിൽപ്പുണ്ട്. പൊയ്ക്കോ. പ്രാർത്ഥിക്കുന്ന കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് പത്രോസ് ചെന്നു. പ്രാർത്ഥിക്കുന്നവനല്ലേ, ധർമ്മം കൊടുക്കുന്നവനല്ലേ, പിന്നെ എന്റെ കുറവ്. അവിടെ ഒരു ആത്മാവിന്റെ ചലനം നടക്കണം. ഈ ജനത്തിലൊരു ശക്തി പകരപ്പെടണം. ഇവിടെ ഒരു ദൈവിക ചലനം ഉണ്ടാകണം. അതിന് അഭിഷേകമുള്ളവൻ വരണം. അതിന് പ്രാർത്ഥന മാത്രം പോരാ, അതിന് ദാനധർമ്മങ്ങൾ മാത്രം പോരാ. വചനം പൊരുൾ തിരിച്ചു വരുവാൻ പഠിപ്പിക്കാൻ കുഞ്ഞേ, നീ ഉപദേശി കാണുമ്പോ വാതിലടയ്ക്കാതെ പത്രോസിനെ അകത്ത് വിളിച്ച് പ്രസംഗം കേൾക്കാൻ. ഉപദേശിമാരെ കാണുമ്പോ വാതിലടയ്ക്കരുത്. പ്രാർത്ഥിക്കുന്നവർ രാജ്യദ്രോഹികളല്ല, അവർ രാജ്യസ്നേഹികളാണ്. അവർ നശിച്ചു പോകുന്ന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവർ കടന്നു വരുമ്പോ, സ്നേഹിത, നിന്റെ വാതിലടയ്ക്കാതെ നീ വാതിൽ അവർക്ക് തുറക്ക്. പൊരുള് തിരിച്ചു പഠിപ്പിക്കുവാൻ ആത്മാവിന്റെ കൃപ പ്രാപിച്ചവന് മാത്രമേ കഴിയൂ. പത്രോസ്ലിഹായെ കണ്ടപ്പോൾ കൊർന്നല്യോസ് വീണ് നമസ്കരിക്കാൻ ചെന്നു. പത്രോസ് പറഞ്ഞു, അരുത്, ഞാനും നിന്നെ പോലൊരു മനുഷ്യനാണ്. ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്.